ഇന്ന് നമ്മൾ കോവിഡ് കണക്കുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രധാനമായിട്ടുള്ളത് 4 ദിവസമായിട്ട് റേഷൻ മുടങ്ങി കിടക്കുന്നു. സെർവർ വർക്ക് ചെയ്യുന്നില്ല. നമ്മുടെ മുഖ്യമന്ത്രി US പോവുകയാണ്. എന്തിനാണ് അദ്ദേഹം പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ. അറിയിച്ചു കഴിഞ്ഞാൽ ഇവിടെ വലിയ കൈകൊട്ടിക്കളിപ്പാട്ടും തിരുവാതിരയൊക്കെ നടക്കുമ്പോഴത്തേക്ക് അതിനാധാരമായിട്ടുള്ള ഈ പറഞ്ഞില്ലേ സർക്കാഗ്രപ്പൻ ഇവിടെ നിന്ന് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുക എന്ന് പറയുന്ന ഒരു കഷ്ടമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അസാധാരണമായിട്ടുള്ള അത്ഭുത വൈഭവങ്ങളുള്ള ഒരു വ്യക്തിയാണ് സാധാരണ ആളുകൾ ആരാധിക്കാറുള്ളത്. അങ്ങനെ ഇവിടെ ഒരു വലിയ ആരാധന പെണ്ണുങ്ങളുടേതായിട്ടുള്ളൊരു ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം അങ്ങനെ പോകുന്നു. ആൾക്ക് റേഷൻ കിട്ടുന്നില്ല, സെർവർ ശരിയാകുന്നില്ല, പലയിടത്തും പലതരത്തിലുള്ള തകരാറുകളും ഭരണപരമായിട്ടുള്ള പല അനാസ്ഥകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഞാൻ പിന്നീട് വരാം. അപ്പോൾ നമ്മൾ കോവിഡിലോട്ട് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ കോവിഡിൽ ഒരു വലിയ വളർച്ച കാണുന്നുണ്ട്. അതായത് 4 ദിവസമായിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ റിസീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ ഒന്നും കൂടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ UP-യിലെ BJP MLA-മാർ 3-4 പേര് രാജിവെക്കുന്നു, മന്ത്രിമാർ രാജിവെക്കുമ്പോഴത്തേക്ക് അതനുസരിച്ച് ഈ പറഞ്ഞില്ലേ കോവിഡ് തരംഗത്തിൽ വ്യത്യാസം ഉണ്ടാകാം. അത് പറഞ്ഞില്ലേ, അതിപ്പോൾ ഈ പറഞ്ഞില്ലേ ഇപ്പോൾ കേരളത്തിൽ വലിയൊരു മഹാ തിരുവാതിരകളി നടക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ എരുമേലി പേട്ടതുള്ള നടക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം അവിടെയൊന്നും അങ്ങനെ നമുക്ക് കോവിഡിന് വലിയ സാധ്യതകളില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് നമ്മൾ യാതൊരു കാരണവശാലും കോവിഡ് തടസ്സമായി കാണുന്നില്ല. പിന്നെ ചിലപ്പോൾ കോവിഡിനൊന്ന് മുറുക്കുകയോ അയക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരുന്ന സാധ്യതകളുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറയുന്നത് ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഈ പറയുന്ന അൺനെസറി ടെസ്റ്റും ഈ പറയുന്ന ജാഗ്രതയുടെ മുറുക്കങ്ങളുമൊക്കെ കാണിക്കുമ്പോൾ ഇതിനെപ്പറ്റി വരുന്ന റിപ്പോർട്ടുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് മനോരമയിൽ ഇതിൻ്റെ ആദ്യത്തെ ഒരു വില്ലൻ എന്ന് പറയുന്നത് ആൻ്റണി ഫൗസി, FAUCI എന്നാണ്, ഇത് ഫൗച്ചി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞെങ്കിൽ US കോവിഡിനോട് പൊരുത്തപ്പെടും, US കോവിഡുമായിട്ട് പൊരുത്തപ്പെട്ട് ആ സുഹൃത്തുക്കളെ പോലെ ജീവിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കോവിഡിനെ നിയന്ത്രിക്കാവുന്ന രോഗമായി പരിഗണിച്ച് അതിനോട് പൊരുത്തപ്പെട്ട്, അതായത് നിയന്ത്രിക്കാവുന്ന രോഗമായി പരിഗണിച്ച്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റെല്ലാ രോഗങ്ങളെയും നമ്മൾ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്, അതിനെ നിയന്ത്രിക്കാവുന്ന രോഗം എന്നുള്ള നിലയിലാണ് കൊണ്ട് നടക്കുന്നത്. കോവിഡിന് മാത്രം ഇത്രയും വലിയൊരിത് കാണിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഇത്രയും കാലമായി ചോദിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ ഇന്നത്തെ ഈ പത്രത്തിലും ഇന്നത്തെ ഹിന്ദുവിലും ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിലും ഒക്കെ വളരെ ഗുരുതരമായ റിപ്പോർട്ടുണ്ട്. അതായത് മറ്റുള്ള രോഗികൾക്ക് വേണ്ടത്ര പരിചരണം കിട്ടുന്നില്ല, ശ്രദ്ധ കിട്ടുന്നില്ല, എല്ലാവരും കോവിഡ് എന്നും പറഞ്ഞ് പുറകെ പോവുകയാണ്. അപ്പോൾ അവസാനം അന്തോണി ഫൗച്ചി തന്നെ US എന്ന് പറയാണ്, മറ്റുള്ള രോഗങ്ങളെ നമ്മൾ എങ്ങനെയാണോ നിയന്ത്രിക്കുന്നത് പോലെ ഈ രോഗത്തെയും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. എന്നാൽ ഒമിക്രോണിനെ നിങ്ങൾ ജലദോഷം പോലെയൊന്നും കണക്കാക്കാൻ പാടില്ല, അത് കുറേ കൂടെ ഗൗരവമുള്ളതാണ് എന്നൊക്കെ മറുഭാഗത്ത് പറയുന്നുണ്ട്. US എന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ്റെ മുഖ്യ ആരോഗ്യ ഉപദേഷ്ടാവ് ആൻ്റണി ഫൗച്ചി, രോഗവ്യാപനം രൂക്ഷമാകിയാൽ പ്രതിരോധിക്കാനാകുന്ന പുതിയ ഘട്ടത്തിലേക്ക് രാജ്യം കടക്കേണ്ടതുണ്ട്, അതിൻ്റെ വാതിൽപ്പടിയിലാണ് രാജ്യമുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. ഒമിക്രോൺ അതിൻ്റെ അസാധാരണമായ വ്യാപനശേഷി കാരണം എല്ലാവരെയും പിടികൂടുക തന്നെ ചെയ്യും, പുതിയ വകഭേദങ്ങളുണ്ടാകും. ഇതാണ് വാഷിങ്ടണിൽ നിന്ന് വരുന്നത്. അപ്പോൾ എന്ത് വന്നാലും ശരി തന്നെ, ഇത് വന്ന് നമ്മളെല്ലാം പിടികൂടിയാലും ഇതിനെ ഒരു നിയന്ത്രിക്കാവുന്ന രോഗം എന്ന നിലയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ആൻ്റണി ഫൗച്ചി പറഞ്ഞിരിക്കുന്നത്. കോവിഡിനൊപ്പം ജീവിക്കാൻ യൂറോപ്പ്, അതിലിപ്പോൾ സ്പെയിനിൻ്റെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നതാണ് കുറേ കൂടെ പ്രധാനമായിട്ടുള്ള, കോവിഡിനെ തുറച്ചു നിൽക്കാനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട സാഹചര്യത്തിൽ കോവിഡിനൊപ്പം ജീവിക്കാനുള്ള ശ്രമങ്ങൾക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ തുടക്കം കുറിച്ചു. സാധാരണ പനി പോലെ കോവിഡിനെ ചികിത്സിക്കണമെന്നും, ഇത് വളരെ ഉത്തരവാദിത്തപ്പെട്ട പ്രധാനമന്ത്രിയാണ് പറയുന്നത്, സാധാരണ പനി പോലെ കോവിഡിനെ ചികിത്സിക്കണമെന്നും രോഗത്തിനൊപ്പം ജീവിക്കാൻ ജനങ്ങൾ തയ്യാറാകണമെന്നും സ്പെയിൻ പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് പറഞ്ഞു. അപ്പോൾ ചെക്ക് രാജ്യങ്ങളും പിന്നെ ബ്രിട്ടനും എല്ലാം കോവിഡിനോട് സമരസപ്പെടാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതും വേറൊരു മാട്രിക് എന്നുള്ളൊരു റിപ്പോർട്ടാണ്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടത്, സാധാരണ പനി പോലെ കോവിഡിനെ ചികിത്സിക്കണമെന്നും നിയന്ത്രിക്കാനാവുന്ന മറ്റു രോഗങ്ങളെപ്പോലെയുള്ള ഒരു രോഗമാണ് കോവിഡ് എന്നും, അതുകൊണ്ട് ഇതിനൊരു സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുത്ത് ഇതിനെ കണ്ടുപിടിക്കാനായിട്ട് ഈ പറഞ്ഞൊരു വലിയ സൈനിക സംഘത്തെയും പട്ടാളത്തെയും പോലീസിനെയും വ്യോമസേനയും ഒക്കെ ഇറക്കിയിട്ട് ഇതിനെതിരെ യുദ്ധം ചെയ്യേണ്ട കാര്യമില്ലെന്ന്, സാധാരണ രോഗം പോലെയുള്ള രോഗമാണെന്ന്, പനി പോലെ സാധാരണ പനി പോലെ
കോവിഡിനെ ചികിത്സിക്കണമെന്ന്. അതിനപ്പുറം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഇന്നലെ മെനങ്ങാന്നായിട്ട് നിങ്ങളിവിടെ ഒരു വലിയൊരു കോവിഡ് കുത്തനെ ഉയർന്നു എന്ന് പറയുമ്പോൾ, അങ്ങനെ കോവിഡ് അങ്ങനെ കുത്തനെ ഉയർന്നു കഴിഞ്ഞാൽ അതിൻ്റേതായ എന്തെങ്കിലും ഒരു ലക്ഷണം നമ്മൾ കാണണ്ടേ? അപ്പോൾ അതിനെപ്പറ്റി പറയണമെന്നുണ്ടെങ്കിൽ പത്രങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ നമ്മൾ കാണണം. അതായത് ഹോസ്പിറ്റലൈസേഷനിൽ, ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ തന്നെ, ഹോസ്പിറ്റലൈസേഷനിൽ ചെറിയ തരത്തിലുള്ള ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിലും കേരളത്തിൻ്റെ റിപ്പോർട്ടിൽ കേരളത്തിൽ ചെറിയ തരത്തിൽ ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത് ഇത് പനി പോലെ ട്രീറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ തന്നെ അതിന് ഉപോത്ബലകമായിട്ട് നമുക്കെടുത്ത് പറയാം. നമ്മളിവിടെ ഈ കാര്യങ്ങളെ, ഒരു രോഗം വരുമ്പോൾ രോഗത്തിൻ്റെ വിവിധ വശങ്ങളെ നമ്മൾ സമഗ്രമായി പരിശോധിക്കുന്ന അതിൻ്റെ അനുഭവത്തിൽ നിന്ന് പല രാജ്യങ്ങളും പറയുന്നത് എന്താണ്, അതിനെ പനി പോലെ സാധാരണ ഒരു രോഗമായി പരിഗണിക്കണം, അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇവിടെ കേരളത്തിൻ്റെ റിപ്പോർട്ട് ഇന്നലെ പറഞ്ഞില്ലേ, അങ്ങ് ഭയങ്കരമായിട്ട് കുതിച്ചുയർന്നതിൻ്റെ കാരണം ക്രിസ്മസ് ആഘോഷമാണെന്നൊക്കെ പറയുന്നത് പരമാബദ്ധമാണ്. കാര്യത്തിൽ നിങ്ങൾ എരുമേലിയിലെ പേട്ടതുള്ളൽ കണ്ടു, ഡൽഹിയിലെ കർഷക സമരം കണ്ടു, പിന്നെ നമ്മുടെ അതിമനോഹരമായിട്ടുള്ള പിണറായി വാഴ്ത്തുപാട്ട് കണ്ടു. ഇതൊക്കെ കാണാൻ അങ്ങനെയാണെങ്കിൽ ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ ഈ ഒമിക്രോൺ പിടിയോടെയാണ്. അവിടെ എന്താ ക്ലസ്റ്റർ വരാത്തത്? ക്ലസ്റ്റർ ഏതാ ഒരു കോളേജിൽ, പത്തനംതിട്ടയിൽ ഏതാ ഒരു കോളേജിൽ ക്ലസ്റ്റർ വന്നു, ഇവിടെ ക്ലസ്റ്റർ വന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു അർത്ഥം? ഒരു ക്ലസ്റ്റർ ഫോം ചെയ്തു എന്നുള്ളതാണ്, ഈ രോഗികളുടേതായിട്ടുള്ള ഒരു ക്ലസ്റ്റർ ഫോം ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇത് ഇന്നലത്തെ റിപ്പോർട്ടാണ്. ഹോസ്പിറ്റലൈസേഷൻ റോസ് ബൈ 7%. കൂടുതൽ വരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ശരിയാണ്. വൈൽ ദി നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ICU ആൻഡ് വെന്റിലേറ്റേഴ്സ് ഷോഡ് എ ഡിക്രീസ് ഓഫ് 2.5% ആൻഡ് 5% റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഗുരുതരമായ രോഗമുള്ളവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അത് 2.5, വെന്റിലേറ്ററിൽ 5% രോഗികളുടെ എണ്ണം കുറഞ്ഞു. ICUയിലുള്ള 2.5% രോഗികളുടെ എണ്ണം കുറഞ്ഞ് രോഗികൾ ഈ പറയുന്ന പനിയുള്ളവർക്ക് ന്യൂമോണിയ ഉണ്ടാക്കുന്നത് ICU പിടിച്ച് കിടത്തിയാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന ഒരു ഗുരുതര സ്വഭാവം ഇതിനുണ്ടെന്നുണ്ടെങ്കിൽ ഈ ICUയിലും വെന്റിലേറ്ററിലും ആളുകളുടെ എണ്ണം കൂടണം, അത് കുറഞ്ഞു വരികയാണ്. അപ്പോൾ നമ്മൾ ഈ ചെറിയ പനിയുള്ളവരെല്ലാം പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ട് കിടത്തി ഹോസ്പിറ്റലിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ആ പഴയ പദ്ധതി നമ്മൾ പുനരാരംഭിക്കുന്നതുകൊണ്ട് നമുക്കതിൻ്റെ നേട്ടങ്ങളിലേക്ക് ഞാൻ പിന്നീട് വരാം. അതിനു മുമ്പ് മറ്റൊരു വാർത്ത കൂടെ നമ്മൾ കാണാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രശ്നത്തെ പഠിക്കുമ്പോഴത്തേക്ക് അതിനെപ്പറ്റി വരുന്ന വിവിധ തലങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ നമ്മൾ വളരെ കൃത്യമായിട്ട് വായിച്ചിരിക്കണം. അല്ലാതെ നമ്മളിപ്പോൾ ഏകപക്ഷീയമായിട്ട് ഇതെന്തോ ഒരു മാരക രോഗമാണ്, നമ്മളെ പിടികൂടി നമ്മളിപ്പോൾ തിന്നുകളയും, അതുകൊണ്ട് നമ്മളെല്ലാവരും മൂക്ക് കെട്ടി നടക്കണം, നമ്മൾ ആരെയും തൊടാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് കൈകൊട്ടി കളിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തൊടുന്നുണ്ട്. തിരുവാതിര കളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തൊടുന്നുണ്ട്. പറഞ്ഞില്ലേ, നമ്മുടെ സഖാവിനെ പറ്റി പാടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാതെ നമുക്ക് അങ്ങനെ പാടാൻ പറ്റുമോ? നമ്മൾ നൃത്തം ചെയ്യുമ്പോഴത്തേക്ക് അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഇവിടെയൊക്കെ കണ്ടില്ലേ, ആളുകളെ അങ്ങനെ സേഫ്റ്റി മെഷേഴ്സ് എന്നും പറഞ്ഞ് വാക്സിനേറ്റ് ആയിട്ട് മൂക്കൊക്കെ കെട്ടി നിർത്തുകയാണ്. അതായത് ഒമിക്രോൺ ഈസ് നോട്ട് കോമൺ കോൾഡ് വൺ സെൻറ്റർ. അതിൻ്റെ അർത്ഥം എന്താണ്? ഒമിക്രോൺ എന്ന് പറഞ്ഞാൽ സാധാരണ ജലദോഷമല്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് മേ ബിലോങ് ടു ദി കാറ്റഗറി ഓഫ് കോമൺ കോൾഡ്. ഏതാണ്ട് കോമൺ കോൾഡ് പോലെ തന്നെ ഉള്ളൊരു രോഗമാണ്, പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതിനേക്കാളും വ്യത്യസ്തമായ ഒരു ഡയമെൻഷൻ ഉണ്ടെന്ന്. ഇറ്റ് ഈസ് നോട്ട് കോമൺ കോൾഡ്. അവർ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ആവശ്യമില്ലാതെ മരുന്നൊന്നും കഴിക്കരുത്. നിങ്ങൾ പാരസെറ്റമോൾ, ഡോളോ അല്ലെങ്കിൽ ഡോളോ കഴിച്ച് കുറേ വെള്ളവും കുടിക്കുക, അത് കഴിഞ്ഞുള്ള വലിയ മരുന്നുകളൊന്നും നിങ്ങളെടുത്ത് ചെയ്ത് കളയരുത് എന്നാണ് ഇപ്പോൾ ICMR പറയുന്നത്. നേരത്തെ ടെസ്റ്റുകൾ അധികം വേണ്ടാന്ന് പറഞ്ഞു, എന്നിട്ട് അതിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് ടെസ്റ്റ് കച്ചവടം നമുക്ക് നടത്തിയേ പറ്റൂ എന്നുള്ളത് ടെസ്റ്റ് കച്ചവടം നടത്തിയാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയ ആളുകളെ ഹോസ്പിറ്റലിൽ പിടിച്ചുകൊണ്ട് പോകുന്നത്. ഒമിക്രോൺ ഈസ് നോട്ട് കോമൺ കോൾഡ് എന്ന് വെച്ചാൽ എന്താ എൻ്റെ അർത്ഥം? അതിൽ ചോരുടെ സിനിമയിൽ ഒരു വലിയ ആൾക്കൂട്ടം ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഒരാളിനെ ആക്രമിക്കാനായിട്ടുള്ള വാസനയോടെ നിൽക്കുകയാണ്. അപ്പോൾ ഉടനെ വിളിച്ചു പറയുന്നത്, ആരും കല്ലെറിയരുത് എന്ന് വിളിച്ചു പറയുമ്പോഴത്തേക്ക് ആളുകൾ കല്ലെറിയും. അപ്പോൾ അത് കല്ലെറിയരുത് എന്ന് പറയുന്നത്
ഈ പറഞ്ഞില്ലേ ഒരു പ്രതിരോധമാണെങ്കിലും അത് ആക്രമിക്കാനുള്ളൊരു സൂചനയാണ്. അതുപോലെയാണ് ഇറ്റ് ഈസ് നോട്ട് കോമൺ കോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സംവാട്ട് ലൈക്ക് കോമൺ കോൾഡ് എന്നാണ് എൻ്റെ അർത്ഥം. ഒമിക്രോൺ അല്ല, ഡെൽറ്റ വേരിയൻ്റ് ആയാലും കോവിഡ് ആയാലും ഇറ്റ് ബിലോങ്സ് ടു ദി കാറ്റഗറി ഓഫ് കോമൺ കോൾഡ്. അതുകൊണ്ടാണ് പറഞ്ഞത് ആൻറ്റിജൻ ടെസ്റ്റ് നടത്തുമ്പോഴത്തേക്ക് ഇതിൻ്റെ വൈറസിനെയും കോമൺ കോൾഡ് വൈറസിനെയും തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് WHO ആദ്യം മുതൽ പറയുന്നുണ്ട്. അതിൽ 80% പേരും ഹോസ്പിറ്റലൈസേഷൻ കൂടാതെ തന്നെ രോഗം ഭേദമാകുന്നതെന്ന് പറയുന്നുണ്ട്. ഇത് ഇപ്പോഴും അതേപടി നിലനിൽക്കുകയാണ്. എന്നിട്ട് ഈ പരിഭ്രാന്തിയും വിഭ്രാന്തിയൊന്നും ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല. വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ജലദോഷമോ പനിയോ ഉണ്ടായതുപോലെ 2-3 ദിവസം വീട്ടിലിരുന്ന് വിശ്രമിക്കുക. പിന്നെ ഇത് പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ ടെസ്റ്റിൻ്റെ നിങ്ങൾ RT-PCR ടെസ്റ്റ് നോക്കിയാൽ 20 ദിവസം വരെ നിങ്ങൾക്കിത് പോസിറ്റീവ് ആണെന്ന് കാണിക്കാം. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് രോഗമുണ്ടെന്നുള്ളതല്ല. അതുകൊണ്ട് നിങ്ങൾ ഡിസ്ചാർജ് ആകുന്നതിന് മുമ്പ് ഒരു പോസിറ്റീവ് ടെസ്റ്റ് കൂടാതെ നിങ്ങൾക്ക് ഡിസ്ചാർജ് ആകാം. ഈവൻ ഫ്രം എ ഹോസ്പിറ്റൽ യു ക്യാൻ ബി ഡിസ്ചാർജ് വിത്തൗട്ട് എ ടെസ്റ്റ്. അങ്ങനെയാണിപ്പോൾ ഇവർ പറയുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അസുഖമൊക്കെ ഭേദമായി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പോസിറ്റീവ് ആണെന്ന് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. അത് കാണിക്കുന്നത് നിങ്ങളുടെ ഈ ടെസ്റ്റിൻ്റെ മിടുക്കാണോ, അത് ടെസ്റ്റ് ചെയ്യുന്നവൻ്റെ കഴിവാണോ, അതോ റിസൾട്ട് അത് മാനിപ്പുലേറ്റ് ചെയ്യുന്നവരുടെ കഴിവാണോ, അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഈ തരത്തിൽ ഈ ജനങ്ങളെ നിരന്തരമായി പീഡിപ്പിക്കുന്ന ഈ അഭിപ്രായങ്ങൾ പറയുമ്പോൾ തന്നെ ഒരു ഭാഗത്തുനിന്ന് ആൻ്റണി ഫൗച്ചി പറയുന്നു ഇറ്റ് ഈസ് എ ഡിസീസ് ദാറ്റ് ക്യാൻ ബി കണ്ടെയ്ൻഡ് ഓർ റെഗുലേറ്റഡ്, സോ വി വിൽ ഹാവ് ടു ലിവ് വിത്ത് ഇറ്റ്. ദർ ഇസ് നോ ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നിരന്തരമായിട്ട് നമ്മുടെ കൂടെ ഒപ്പം ജീവിക്കുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. അവയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും, വലിയൊരു കാലത്തോളം കൺട്രോൾ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ അവയോടൊപ്പം ജീവിക്കുന്നു. അതുപോലെ ഇതിന് ഈ കോവിഡ് എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ജലദോഷപ്പനി പോലെയുള്ള ഒരു സംഭവമാണ്. അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. അതിന് പ്രത്യേകമായിട്ട് നമ്മൾ എണ്ണയിട്ട് ശരീരമൊക്കെ നടത്തി മസൽ പിടുത്തം നടത്തേണ്ട കാര്യമില്ല എന്ന് അവസാനം ആൻ്റണി ഫൗച്ചി തന്നെ പറഞ്ഞിരിക്കുന്നു. അങ്ങേര് ജോർജ് ബൈഡൻ്റെ അമേരിക്കൻ പ്രസിഡൻ്റ് ആരോഗ്യ ഉപദേഷ്ടാവാണ്. അതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല. എന്നാലും നമ്മൾ അങ്ങനെ പറയുന്നത് ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല. Omicron infection is not common cold. The Union Health Ministry warned on Wednesday, adding that fully vaccinated people were 78% less likely to develop COVID-19 infection than unvaccinated people. And this is not without any proof. അതായത് കേരളത്തിൽ ഈ അടുത്ത കാലത്ത് പനി വന്നിട്ടുള്ള പലരുമായിട്ട് ഞാൻ പരിചയപ്പെട്ടപ്പോൾ അവർ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം വാക്സിനേഷൻ എടുത്തവർ അവർക്ക് മാത്രമാണ് വീണ്ടും പനി വന്നിരിക്കുന്നത്. അല്ലാതെയും പനി വരുന്നുണ്ട്, അത് വളരെ റെയറായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അൺവാക്സിനേറ്റഡ് ആയിട്ടുള്ളവർക്കാണ് ഈ തരത്തിൽ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അൺവാക്സിനേറ്റഡ് നിങ്ങൾ എത്ര റൗണ്ട് വാക്സിനേഷൻ നടത്തി? 1-2 റൗണ്ട് വാക്സിനേഷൻ നടത്തി. എത്ര പേരെ വാക്സിനേറ്റ് ചെയ്തു? ആൻഡ് വാക്സിനേഷൻ വാസ് സക്സസ്ഫുൾ. ഇന്ത്യ ഏതാണ്ട് അതിൻ്റെ ടാർഗറ്റിൽ തന്നെ ചെന്നെത്തി എന്നൊക്കെ അതിന് ശേഷം ഇതിങ്ങനെ താഴോട്ട് വന്നെന്നും ഈ ലോകത്തിൻ്റെ റേറ്റിംഗ് താഴോട്ട് വന്നെന്നും രോഗത്തെ കാണാനില്ലാതായി എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു ബൈ വെർച്യൂ ഓഫ് വാക്സിനേഷൻ. അത് പറഞ്ഞിട്ട് ഇപ്പോൾ പറയാണ് അൺവാക്സിനേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് വരുന്നത്. അൺവാക്സിനേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇതുവരെ ഒന്നും വന്നിട്ടില്ല. അങ്ങനെ ഒരാളാണ് ഞാൻ വാക്സിനേഷൻ എടുത്തില്ല, ടെസ്റ്റും എടുത്തില്ല. പനി വന്നപ്പോഴത്തേക്കും മരുന്ന് കഴിച്ച് പനി അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് ഇത് കോവിഡ് ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ടെസ്റ്റിനൊന്നും പോയില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പറഞ്ഞില്ല, എനിക്ക് എന്നിട്ട് ഇപ്പോൾ 1 വർഷത്തോളമായി. അതിനിടയ്ക്ക് ഒരു 1-2 പനി കൂടെ വരാനുള്ള സമയമായി. സാധാരണ എൻ്റെ ഒരു ശരീരത്തിൻ്റെ സ്വഭാവം അനുസരിച്ചാണെങ്കിൽ ഒരു 2 വർഷം കൂടുമ്പോൾ 2 വർഷത്തിനിടയ്ക്ക് 2-3 പ്രാവശ്യമെങ്കിലും പനിയും തൊണ്ടവേദനയും ചുമയൊക്കെ വരും. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടോ കോവിഡ് വന്നതിന് ശേഷം ആകെ 1 പ്രാവശ്യം മാത്രമേ പനി വന്നു. അപ്പം ടെസ്റ്റും ഇതൊന്നും എടുത്തില്ല. അതുകൊണ്ട് അതിനെ നമുക്ക് ജനറലൈസ് ചെയ്യണ്ട. അതാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞ് ജനറലൈസ് ചെയ്യേണ്ടത്. നിങ്ങളാണെങ്കിൽ അത് ഒരു കൃത്യമായ ഒരു എസ്റ്റിമേറ്റ് നിങ്ങൾ തയ്യാറാക്കും. ആരൊക്കെ വാക്സിനേറ്റ് ചെയ്ത എത്ര പേർക്ക് 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം വാക്സിനേറ്റ് ചെയ്ത എത്ര പേർക്ക് വീണ്ടും വന്നിട്ടുണ്ട്? ഇപ്പോൾ ഈ നിങ്ങൾ പറയുന്ന 20-40 ഇടയ്ക്കുള്ള ആൾക്കാരെന്ന് പറയുന്നതിൽ ഇത് കിട്ടുന്നതിൽ ഭൂരിപക്ഷവും 1 പ്രാവശ്യം വാക്സിനേഷൻ എടുത്തവരാണ്. അത് വാക്സിനേഷൻ എടുത്തതിൻ്റെ ഒരു റിയാക്ഷൻ പോലെ നമ്മൾ കണ്ടാൽ മതി. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ ഡിസീസ്. അങ്ങനെ ഡിസീസായിട്ട് നമ്മൾ കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ല. അതാണ് അതിൻ്റെ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്. ഡ്യൂറിങ് ദി സെർച്ച് പിന്നെ ഇത് ഇവർ തന്നെ ICMRൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർ ലാവ് അഗർവാൾ, ജോയിൻറ്റ് സെക്രട്ടറി ഹെൽത്ത് മിനിസ്ട്രി, അദ്ദേഹത്തിൻ്റെതായ നിരീക്ഷണമാണ്. ഡ്യൂറിങ് ദി ലാസ്റ്റ് സെർച്ച് misuse and overuse of medicines happened
ആൻഡ് ഷുഡ് നോട്ട് ബി റിപ്പീറ്റഡ്. അതാണ് പ്രധാന കാരണം. കഴിഞ്ഞ സർജിൽ കഴിഞ്ഞ തരംഗം അങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? ഓവർ യൂസ് ആൻഡ് മിസ്യൂസ് ഓഫ് certain drugs that are not necessary and that should not be repeated. നിങ്ങളൊരു സർജ് ഉണ്ടാക്കിയതും വ്യാപിപ്പിച്ചതും മിസ്യൂസ് കൊണ്ടും ഓവർ യൂസ് കൊണ്ടുമാണ്. ഇതൊക്കെ പറഞ്ഞില്ലേ, ഒരു മിസ്ഡയഗ്നോസിസ് ആണ് എന്നാണ് കുറേ കൂടി ലളിതമായി പറഞ്ഞതിൻ്റെ അർത്ഥം. തെറ്റായ ഒരു രോഗം കണ്ടെത്തുകയും അതിന് നിങ്ങൾ എവിടെയും കണ്ടെത്തിയിട്ടില്ലാത്ത പറഞ്ഞില്ലേ, ഉദാഹരണത്തിന് കോർട്ടിസ്റ്ററോയിഡ്സ് വരെ കൊടുത്തു, വേറെ ഒരുപാട് അസുഖങ്ങളും അതിന് സൈഡ് ഇഫക്ട്സും ഒക്കെ ഉണ്ടായി, വലിയ പ്രശ്നങ്ങളുണ്ടായി, മരണമുണ്ടായി. അപ്പോൾ കഴിഞ്ഞ സർജറി സംഭവിച്ചത് ഓവർ യൂസ് ആൻഡ് മിസ്യൂസ് ഓഫ് ഡ്രഗ്സാണ്. അപ്പോൾ നിങ്ങൾ ഈ ആളുകളെ പറഞ്ഞ് പേടിപ്പിച്ച് ഈ വലിയ വലിയ മരുന്ന് കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ ചത്തുപോകുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ആളുകളെ അങ്ങനെ കൊല്ലരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Guidelines are clear about the treatment protocol and will be updated as per scientific evidence and data. അത് അവരിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇഷ്യൂയിങ് എ വാർണിംഗ് അഗൻസ്റ്റ് ദി യൂസ് ഓഫ് മോൾനൂപിറാവിർ. മോൾനൂപിറാവിർ എന്ന് പറയുന്നത് കോഴിക്കോട് ബേബി ഹോസ്പിറ്റലിൽ ഒരു ഡോസിന് 65,000 രൂപയ്ക്ക് വിൽക്കുന്ന മരുന്നാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന് പറ്റി അയാൾ വീണ്ടും വാർണിംഗ് കൊടുത്തിരിക്കുകയാണ്. അത് യാതൊരു കാരണവശാലും ഉപയോഗിക്കരുത്. അത് നെഗറ്റീവ് ഇഫക്ട്സ് ഉണ്ടാക്കും. ആ മരുന്ന് കഴിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ നെഗറ്റീവ് ഇഫക്ട്സ് ഉണ്ടാകും. അതാണ് 65,000 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്നത്. ബലറാം ഭാർഗവ സെഡ് ദി സൈഡ് ഇഫക്ട്സ് ഓഫ് ദി ആൻറ്റിവൈറൽ പിൽ ഔട്ട്വെയ്ഡ് ഇറ്റ്സ് ബെനിഫിറ്റ്സ്. അതിൻ്റെ അതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ്സിനെ ഔട്ട്വെയ്ഡ് ചെയ്യുന്ന സൈഡ് ഇഫക്ട്സ് അതിനുണ്ട്. അപ്പോൾ നമ്മളീ മനസ്സിലാക്കാനുള്ള നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുറേ അധികം പേർക്കൊക്കെ പനിയും ചെറിയ തരത്തിലുള്ള ഒരു നീർക്കോളും ഒക്കെ വരുന്നത് ഇറ്റ് ഈസ് എ സൈഡ് ഇഫക്റ്റ് ഓഫ് വാക്സിനേഷൻ എടുത്ത അവർക്ക് വരുന്നത് അതറിയാം. ഇപ്പോൾ വാക്സിനേഷൻ എടുത്ത് ഇത്ര കാലം കഴിയുമ്പോഴത്തേക്ക് ആളുകളിൽ അതിൻ്റെ ഒരു ചെറിയ ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് ഈ ചെയ്യുന്ന ആൾക്കാർക്കറിയാം. ആൻഡ് ഇറ്റ് ക്യാൻ ബി റേസ് ടു എ സർജ്. അതൊരു മറ്റൊരു വേവായിട്ട് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കച്ചവടം കുറേ കൂടെ പുഷ്ടി പ്രാപിക്കും. ഇതൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങളല്ല, നിങ്ങൾ തന്നെ പറയുന്നതാണ്. നിങ്ങൾ ഒരു ഡോസിന് 65,000 രൂപയ്ക്കുള്ള ഡോസ് ഒരു 2 ഡോസ് കൊടുക്കുമ്പോഴത്തേക്ക് 1 ലക്ഷത്തിൽ കൂടുതൽ രൂപ ചിലവുള്ള കൊടുത്ത് നിങ്ങൾ ആരെയും രക്ഷിക്കാനെന്നും പറഞ്ഞ് ചെയ്യുന്നത് അവിവേകമാണ്. അത് ചെയ്യരുത്. കഴിഞ്ഞ സർജിൽ നിങ്ങൾ അബ്യൂസ്, മിസ്യൂസ് ആൻഡ് ഓവർ യൂസ് ഓഫ് മെഡിസിൻ വാസ് ദെയർ. ഒരാവശ്യമില്ലാതെ ചെയ്യും. അത് അവിടെയാണ് അവർ പറയുന്നത് നിങ്ങൾ പാരസെറ്റാമോൾ കഴിച്ച് വെള്ളം പിടിച്ച് കിടന്നാൽ മതി. ഇഫ് ഇറ്റ് ഈസ് വൈറൽ ഡിസീസ്. അത് വൈറൽ അല്ലെങ്കിൽ പിന്നെ വേറെ അത് ക്ലിനിക്കലായിട്ട് ടെസ്റ്റ് ചെയ്യണം. അല്ല ഇത് വൈറലല്ല, ഇത് വൈറൽ ഡിസീസാണെന്ന് ഉറപ്പിച്ചുകൊണ്ടിരിക്കേണ്ട. സാധാരണ പനി വരുന്നത് വൈറലായിട്ടുള്ള പനികളാണ് വരുന്നത്. നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ അതങ്ങ് പോയില്ല, പിന്നെ അത് സബ്സിസ്റ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വല്ല ബാക്ടീരിയൽ ഇൻഫെക്ഷനോ മറ്റോ ഉണ്ടോ നമ്മൾ പരിശോധിക്കണം. അത് പരിശോധിക്കാതെ വെച്ചുകൊണ്ടിരുന്ന അപകടകരമാണ്. അത് സാധാരണയിൽ നമ്മളങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ ചെയ്താൽ മതി. അല്ലാതെ ഇതിനു വേണ്ടി ഒരു സ്പെഷ്യൽ, ഇതിന് പ്രത്യേക ഒരു മേശയും പ്രത്യേക ഒരു സംവിധാനവും ഒരു പ്രത്യേക ഒരു ട്രീറ്റ്മെൻറ്റും പ്രത്യേക ഒരു പട്ടാളമൊന്നും ഇതിന് വേണ്ട എന്ന അവസാനം അവിടെ നിന്ന് അന്തപ്പൻ തന്നെ പറഞ്ഞിരിക്കുന്നു. US പ്രസിഡൻറ്റിൻ്റെ ഉപദേശിയായ അന്തപ്പൻ തന്നെ പറഞ്ഞിരിക്കുന്നു അതിൻ്റെ ആവശ്യമില്ല. സ്പെയിനിലെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മൾ ജലദോഷത്തിനൊക്കെ ചികിത്സിക്കുന്ന പോലെ ഇതിനെ നമ്മളൊക്കെ ചികിത്സിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നും ഇല്ല. സാധാരണ ഒരു പനി വരുന്നത് പോലെ ഒരു പനിയാണത്, അങ്ങനെ ചികിത്സിച്ചാൽ മതി എന്നാണ് സ്പെയിനിലെ പ്രധാനമന്ത്രി പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വളരെ കൃത്രിമമായിട്ട് ബോധപൂർവം കെട്ടി ഉയർത്തിക്കൊണ്ടുവന്ന അനാവശ്യമായ ഒരു ഭയബോധത്തിൽ നിന്ന് ഉൽപ്പന്നമായ ഒരു പരിഭ്രാന്തിയാണ്. ആ പരിഭ്രാന്തിയിൽ നിന്ന് ഇനിയെങ്കിലും നമ്മൾ രക്ഷിക്കണം. എന്തായാലും ഞാൻ തിരുവാതിര കളിക്കാരെ അഭിനന്ദിക്കുകയാണ്. അവർ ചെയ്തത് ഇപ്പോൾ തൃക്കാക്കരപ്പന് സ്തുതിച്ചുകൊണ്ട് പാട്ട് പാടി എന്നുള്ളത് അവരുടെ ഒരു അവകാശം, മൗലികാവകാശം. നമുക്കിപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു തൃക്കാക്കരപ്പനെ കിട്ടിയത്. അതിന് നമ്മൾ ഇവിടുത്തെ തൃക്കാക്കരപ്പനെ നമ്മൾ പിണറായി വിജയൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ പൂജിക്കാനായിട്ടൊരു വിഗ്രഹം കിട്ടിയപ്പോഴത്തേക്ക് സ്ത്രീകൾ ആമോദചിത്തരായി അവർ തിരുവാതിര കളി കളിച്ചു. അവർ മാസ്കൊന്നും ധരിച്ചില്ല, അവർ 500 പേര് കൂട്ടം കൂടി നിന്ന് കളിച്ചു. ആ ധീരതയെ ഞാൻ ബഹുമാനിക്കുന്നു. ഈ പറയുന്നില്ല ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ലെന്ന് പറയാൻ ഒരു നിമിഷത്തേക്ക് അവരുടെ ദൈവത്തിനെ സ്തുതിക്കുമ്പോഴെങ്കിലും പിണറായി രക്ഷിക്കുമെന്ന് അവർക്കറിയാം. എന്ത് ഒമിക്രോൺ വന്നാലും പിണറായി രക്ഷിക്കുമെന്നവർ പറയുന്നുണ്ട്. ഇവിടെ വന്ന എല്ലാ രോഗങ്ങളെയും ഓടിച്ചു കളഞ്ഞ മഹാനാണ്.
പ്രളയത്തെ വന്നപ്പോഴത്തേക്ക് നില്ല എവിടെ എന്ന് പറഞ്ഞിട്ട് കൈ കാണിച്ച് തടുത്ത് നിർത്തിയ മഹാനാണെന്നൊക്കെ പാട്ടിൽ വരുന്നുണ്ട്. അങ്ങനെ ദാരിദ്ര്യവും പിന്നെ വറുതിയും പ്രളയവും മഹാമാരികളും ഒക്കെ വരുമ്പോൾ അതിനെയൊക്കെ തടഞ്ഞു നിർത്തുന്ന ആ സ്വര്യ പുരുഷനെ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ ആ തിരുവാതിര കളിക്കുമ്പോഴത്തേക്ക് അത് തീർച്ചയായിട്ടും ആ തിരുവാതിര കളിക്കാൻ കൂട്ടം കൂടി തിരുവാതിര കളിക്കാൻ അവർ കാണിച്ച ധീരതയെയും അവരെ അതിന് സജ്ജരാക്കി ഇറക്കിയ സഖാവ് ആനാവൂർ നാഗപ്പനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. എരുമേലി പേട്ടതുള്ളത് പോലെ തന്നെയാണ്, കർഷകർ സമരം നടത്തുന്ന പോലെ തന്നെയാണ്. ഇവിടെ ഇതൊന്നും പ്രശ്നമില്ല. അത് ഇറ്റ് ഈസ് എറ്റ് അനദർ പാർട്ട് ഓഫ് റിയാലിറ്റി. അതിൻ്റെ വേറൊരു ഭാഗത്തേക്ക് ഞാൻ പിന്നീട് വരാം. ഒരു ഭാഗത്ത് യഥാർത്ഥത്തിൽ വീണ ജോർജ് ആയിരുന്ന ആ തിരുവാതിരക്കളിക്ക് നേതൃത്വം കൊടുക്കേണ്ടി, അത് ഒട്ടും ശരിയായില്ല. അത് വീണ ജോർജ് എന്ന് പറയുന്ന ഒരു മന്ത്രി ഒരു ഭാഗത്ത് ഇരുന്നിട്ട് നന്നായിട്ട് തിരുവാതിരക്കളി കളിക്കുന്ന കക്ഷിയാണ്. യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ തിരുവാതിരക്കളിക്ക് കലാതിലകം കിട്ടിയിട്ടുള്ള ആളാണ് വീണ ജോർജ് എന്ന് പറയുന്നത്. ആ വീണ ജോർജ് മാറി നിന്നിട്ട് 500 പേരുടെ മെഗാ തിരുവാതിരക്കളി നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാതിരുന്നത് എന്തായാലും ഉചിതമായില്ല. അതിലെനിക്ക് പ്രതിഷേധമുണ്ട്. പക്ഷേ ആ മെഗാ തിരുവാതിരക്കളി പ്ലാൻ ചെയ്ത ആനാവൂർ നാഗപ്പ സഖാവിന് 1000 കോടി അഭിവാദ്യങ്ങൾ. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പിന്നെ അതിനിടയ്ക്ക് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊച്ചു പയ്യൻ്റെ കുരുതി രക്തം ഇങ്ങനെ ഒഴുകി വരികയാണ്. അത് ഒഴുകി വന്നിട്ട് പെണ്ണുങ്ങളിങ്ങനെ ചവിട്ടിയിട്ട് പങ്കജാക്ഷൻ, കടൽ വർണ്ണൻ, കന്യാകുമാർ കുളിക്കുന്ന കടവിലെത്തി എന്നുള്ളതാണ് ഇതിൻ്റെ ശരിക്കുമുള്ള തിരുവാതിര പാട്ട്. അപ്പോൾ നമ്മുടെ പങ്കജാക്ഷൻ, കടൽ വർണ്ണൻ കടൽ കടന്നിട്ട് മേയോ ക്ലിനിക്കിലേക്ക് പോവുകയാണ്. അവിടെ ഇനി കന്യാകുമാർ കുളിക്കുന്ന കടവുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഇവിടത്തെക്കാളും വിശിഷ്ടരായിട്ടുള്ള കന്യാകുമാർ അവിടെ കുളിക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും അദ്ദേഹം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങോട്ട് വരികയല്ല. അപ്പോൾ ആ പാട്ടും പാടി അവർ കളിച്ച കളിയൊക്കെ യഥാർത്ഥത്തിൽ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. പറയാം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റ അർത്ഥത്തിൽ ഞാൻ പറയണം, അത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമായിരുന്നു. എന്താണ്? ഒരു മിത്തിനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ദാറ്റ് യു കോൾ ഒമിക്രോൺ മിത്ത് ഓർ കോവിഡ് മിത്ത്. കോവിഡ് മിത്തിനെ തകർക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ തിരുവാതിരക്കളി എന്നുള്ളത് കൊണ്ട് ആ തിരുവാതിരക്കളിയെ ഞാൻ അഭിനന്ദിക്കുന്നു. ഒരു മിത്തിനെ തകർക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് മാത്രം. പക്ഷേ ധീരജിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അത് CPM ഇങ്ങനെ ഒരു ആഘോഷം സംഘടിപ്പിക്കാമോ എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതിലേക്ക് പിന്നീട് ഞാൻ പറയാം. അത് പ്രശ്നത്തിൻ്റെ വേറൊരു വശം. പക്ഷേ നമുക്ക് ഈ ഒമിക്രോൺ ഭയത്തെയും കോവിഡ് ഭയത്തെയും പ്രതിരോധിക്കാൻ കഴിയും. ഇതിനെ മറികടക്കുന്ന ചില കാൽവയ്പ്പുകൾ നമുക്കുണ്ട് എന്ന് നമ്മുടെ പെൺകുട്ടികൾ പറഞ്ഞുവെങ്കിൽ ആ ധീരതയെ ഞാൻ അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും അതൊരു അത്യാവശ്യമായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വെച്ചു. പിന്നെ അഗർവാൾ, ഇതിൻ്റെ ICMRൻ്റെ അഗർവാൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നോ നീഡ് ഫോർ ടെസ്റ്റിംഗ് പ്രയോർ ടു ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് ഇത് ഉറപ്പുവരുത്ത് ഇത് നിങ്ങൾ പോസിറ്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20 ദിവസം കഴിഞ്ഞാലും 40 ദിവസം കഴിഞ്ഞാലും നിങ്ങൾ പോസിറ്റീവായി. അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പോകുന്നതിന് മുമ്പ് ടെസ്റ്റ് പോസിറ്റീവ് ആണെന്ന് നോക്കേണ്ട കാര്യമേ ഇല്ല എന്നാണ് അദ്ദേഹം. അപ്പോൾ ആ ടെസ്റ്റ് പോസിറ്റിവിറ്റിയുടെ നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ. ഇഫ് ടെസ്റ്റ് പോസിറ്റിവിറ്റി ഈസ് വാലിഡ്, ഹൗ ക്യാൻ യു സേ യു ക്യാൻ ലീവ് ദി ഹോസ്പിറ്റൽ വിത്തൗട്ട് ടെസ്റ്റിംഗ് നെഗറ്റീവ്? ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആണെന്ന് ഉറപ്പ് വരുത്താതെ തന്നെ നിങ്ങൾക്ക് വീട്ടിലോട്ട് പോകാം എന്ന് ഒരു ഡോക്ടർ പറയുമ്പോൾ ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇറലവൻ്റ് ആണ്. എന്നിട്ട് നിങ്ങൾ ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റിയുടെ പേരിലാണ് ഇദ്ദേഹത്തിന് രോഗം കൺഫേം ചെയ്ത് കൊണ്ടുവന്ന് ചികിത്സിച്ച് അവിടെ കിടത്തി കുറച്ച് ദിവസം കഴിയുമ്പോൾ അയാൾക്ക് യാതൊരു തകരാറുമില്ല. അയാൾ ഞാൻ വീട്ടിൽ പോട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അഗർവാൾ പറയുന്നു നിങ്ങൾക്ക് വീട്ടിൽ പോകാം, നിങ്ങൾ ഇനിയിപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ടെസ്റ്റ് പോസിറ്റീവിയുടെ പേരിൽ നിങ്ങളുടെ രോഗം കൺഫേം ചെയ്തിട്ട് വീട്ടിൽ പോകാൻ നേരത്ത് അത് പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുമ്പോൾ, കൺഫേംഡ് ആയിട്ട് തന്നെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ദിസ് കൺഫേമിറ്റി? നിങ്ങളീ പറയുന്ന നിങ്ങൾ രോഗം കൺഫേം ചെയ്തു എന്ന് പറയുന്നത് എന്ത് അസംബന്ധമാണ് ഇത്? പറയുന്നത് ഇറ്റ് ഈസ് എ സ്പീക്കിംഗ് എവിഡൻസ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതാണ്. മിസ്റ്റർ അഗർവാൾ സെഡ് ദി ഗവൺമെൻറ് ഹാഡ് റിവൈസ് ദി ഡിസ്ചാർജ് പോളിസി നമ്മൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. വിത്ത് മൈൽഡ് കേസസ് എലിജിബിൾ ഫോർ ഡിസ്ചാർജ് ആഫ്റ്റർ അറ്റ്ലീസ്റ്റ് 7 days ഫ്രം ടെസ്റ്റിംഗ് പോസിറ്റീവ്. അതായത് ഇത്
പോസിറ്റീവായിട്ട് ടെസ്റ്റ് ചെയ്ത് 7 ദിവസം കഴിഞ്ഞതിന് ശേഷം മൈൽഡായിട്ടുള്ള ഡിസീസേ ഉള്ളെങ്കിൽ പോകാം. ആൻഡ് നോ ഫീവർ ഇല്ല എന്നുണ്ടെങ്കിൽ ഫോർ 3 സക്സസീവ് ഡേയ്സ്, 3 ദിവസം നിങ്ങൾക്ക് ഫീവർ ഇല്ല എന്നുണ്ടെങ്കിൽ സക്സസീവായിട്ട് 3 ദിവസം നിങ്ങൾക്ക് ഫീവർ ഇല്ല, നിങ്ങൾ കൺഫേം ചെയ്ത് നിങ്ങളിവിടെ കൊണ്ട് കിടത്തി. ഫീവർ ഉണ്ടായിട്ടൊന്നും അല്ലേ, അസിംറ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ഒന്ന് കൊണ്ട് കിടത്തിയിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പനി വരുന്നില്ല നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ ടെസ്റ്റ് പോസിറ്റീവ് ആണെന്ന് തെളിയിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് വീട്ടിൽ പോകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്രയോ കാലം മുമ്പ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്, ദിസ് ടെസ്റ്റ് പോസിറ്റിവിറ്റി ഈസ് ഇറലവൻറ്റ് ആൻഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് അതെന്താ പറയുക, ഇറ്റ് ഈസ് അബ്സേർഡ്. അതിനുള്ള തെളിവല്ലേ ഈ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ടെസ്റ്റ് പോസിറ്റീവ് ആണെന്ന് കണ്ട് ആ ഒറ്റ കാരണത്താൽ മാത്രം നിങ്ങളെ അഡ്മിറ്റ് ചെയ്യുന്നു. അവിടെ വന്നതിന് ശേഷം 3 ദിവസം കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസമായിട്ട് നിങ്ങൾക്ക് പനിയില്ല എങ്കിൽ നിങ്ങൾ നെഗറ്റീവായിട്ട് നിങ്ങൾ ഒരു ടെസ്റ്റ് റിസൾട്ട് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഈസ് ഇറലവൻറ്റ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ ഈ ബോർഡിൽ എഴുതി കാണിക്കുക, എന്തിനാ, ആരെ പറ്റിക്കാനാണ് എഴുതി കാണിക്കുന്നത്? നമ്മൾ കാര്യങ്ങളിരുന്ന് പറയുമ്പോഴത്തേക്ക് കുറേ പേര് അത് കണ്ടിട്ട് ചിരിക്കാനും എന്തോ ഭയങ്കര ആരോ എന്തോ അബദ്ധം പറയാനുമാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അവർ ഇതൊക്കെ എടുത്ത് വായിക്കണം. വായിച്ചിട്ട് നമുക്കൊരു സാമാന്യമായൊരു യുക്തിയുണ്ട്. ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നതിന് അതല്ലേ കോമൺ സെൻസിക്കലായിട്ടുള്ള ഒരു യുക്തിയുണ്ട്. ആ യുക്തിയുടെ എല്ലാ പരിധികളെയും ലംഘിച്ചുകൊണ്ട് എല്ലാ അന്ധവിശ്വാസങ്ങളെയും നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ഈ തരത്തിൽ കാര്യങ്ങൾ കാണുന്നത് ഒരു ആരോഗ്യമുള്ള സമുദായത്തിൻ്റെ ലക്ഷണമല്ല. നമുക്ക് ആ തരത്തിൽ മാനസികാരോഗ്യത്തിൻ്റേതായിട്ടുള്ള യാതൊരു ആനുകൂല്യവും അവകാശപ്പെടാനാവാത്ത തരത്തിൽ നമ്മൾ ഒരു ഫിക്കിൾ മൈൻഡഡ് ആയിട്ടുള്ള ഒരു ജനതയായിട്ട് മാറിയിരിക്കുന്നു. ഇയാൾ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങൾ മാത്രം നിങ്ങൾ പരിഗണിച്ചാൽ മതി. ഇപ്പോൾ പറഞ്ഞില്ലേ, സ്പെയിനിലെ പ്രധാനമന്ത്രി പറയുന്നു ജലദോഷം പോലെയോ പനി പോലെയോ നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നൊരു സാധനമാണിത്. അന്തോണി ഫൗച്ചി പറയുന്നത് ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന ഡിസീസാണ്, അതുകൊണ്ട് ഇതിനു വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഇതൊന്നും വേണ്ട. അതേസമയം ഇവിടെ നിന്ന് പരാതി വരുന്നത് പത്രങ്ങൾ നിങ്ങൾ നോക്കൂ, മറ്റ് രോഗികൾക്ക് പരിചരണം കിട്ടുന്നില്ല, എല്ലാവരും കോവിഡ് എന്ന് പറഞ്ഞ് തള്ളിക്കയറാണ്. കോവിഡ് ഈസ് നോട്ട് അറ്റ് ഓൾ എ ഡിസീസ് ആൻഡ് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ കോൾഡ് ആൻഡ് ഫീവർ. ഒരു കോൾഡും ഫീവറുമാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അത് ഇച്ചിരി കടുത്ത കോൾഡും ഫീവറുമാണെങ്കിൽ ചിലപ്പോൾ ഇറ്റ് മേ ടേൺ ടു ന്യൂമോണിയ ആയിക്കൂടാന്നില്ല. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ടെസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് വുഡ് ബി ബാക്ടീരിയൽ ന്യൂമോണിയ ആൻഡ് നോട്ട് വൈറൽ ന്യൂമോണിയ. അതിൻ്റെ ചികിത്സ എടുത്ത് ആദ്യം അതിൻ്റെ ആൻറ്റിബയോട്ടിക്സ് കഴിച്ചാൽ ഒരു 6-7 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ പോകും. അത് ആദ്യം ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. അതിപ്പോൾ ഈ കോവിഡ് വരുന്നുണ്ട്, ഇപ്പോൾ എല്ലാവരും ആദ്യം ശ്രദ്ധിക്കുന്നുണ്ട്. ആകെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഓവർ യൂസ് ആൻഡ് മിസ്യൂസ് ഓഫ് ഡ്രഗ്സ്. അതുകൊണ്ട് നിങ്ങൾ കുറേ പേരെ കൊന്നിട്ടുണ്ട്. അത് കൊലപാതകമാണ്, ഇറ്റ് ഈസ് മർഡർ. ഓവർ യൂസ് ആൻഡ് മിസ്യൂസ് നിങ്ങൾ നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡ്രഗിൻ്റെ ഓവർ യൂസും മിസ്യൂസും കൊണ്ട് രോഗിക്ക് അപകടമുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൊലപാതകമെന്നാണ്. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ അഡ്മിറ്റഡ് ബൈ ICMR that we have done it. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ബ്ലാക്ക് ഫംഗസിനെ കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. കോർട്ടിസ്റ്റെറോയിഡ് കൊടുത്ത് നിങ്ങൾ ബ്ലാക്ക് ഫംഗസ് ഉണ്ടാക്കി, ബ്ലാക്ക് ഫംഗസ് ഡെത്ത് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് എന്താണ് സംഭവിച്ചത്? ഒരു ജലദോഷപ്പനിയുടെ ഒരു ഗണത്തിൽ പെടാവുന്ന ഒന്നാണ് കോവിഡ്, ഈ SARS-CoV-2 എന്ന് പറയുന്ന ഈ സംഭവം. അപ്പോൾ അതിനെ നമ്മൾ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് ജീവന് ഭീഷണിയാകത്തക്ക തരത്തിൽ അതിൻ്റേതായിട്ടുള്ള ചില സവിശേഷതകൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ അപകടം അത് ഇനിയും നമ്മളെ വിട്ടുമാറിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ പടരുന്നത് ഡെൽറ്റയാണെന്നും അത് ഒമിക്രോണിനേക്കാളും അപകടകാരി ആണെന്നും ആശ്വാസമാകുന്നത് വാക്സിൻ പ്രതിരോധമാണെന്നും ആണ് പറയുന്നത്. ഇനി ആർക്കാണ് ഇത് കൊടുക്കാനുള്ളതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് ആവശ്യമുള്ളവർക്ക് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ രോഗം ഇങ്ങനെ എന്നും നിലനിൽക്കണേ? ഇത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഭയങ്കരമായ
ഒരു അതിഭീകരമായ മനുഷ്യരെ വേട്ടയാടുന്ന, മനുഷ്യരാശിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ തൃക്കാക്കരയപ്പൻ്റെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മഹാമാരിയാണിത്. പക്ഷേ അവർ പറയുന്നത് പനിക്ക് ചികിത്സിക്കുന്ന പോലെ ചികിത്സിച്ചാൽ മതി, ജലദോഷം പോലെ നിങ്ങളിതിനെ കരുതി കളയരുതെന്നാണ് മറ്റേ WHO ആൾ പറയുന്നത്. ഒമിക്രോൺ നിങ്ങൾ വെറും ജലദോഷമാണെന്നൊന്നും കരുതി കളയരുത്, ജലദോഷത്തിനേക്കാളും കുറേ കൂടെ കട്ടിയായ രോഗമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഇതൊക്കെ ആയിട്ട് നമ്മളിതിൽ വലിയ താല്പര്യം കാണിക്കുന്നത്. അതിന് ഒരു തെളിവ് നേരത്തെ വന്നു കഴിഞ്ഞതാണ്, ഇവിടെ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ്. കോവിഡ് കാലത്ത് മരുന്ന് വാങ്ങൽ, മിസ്യൂസ് ആൻഡ് ഓവർ യൂസ് ഓഫ് ഡ്രഗ്സ് എന്ന് പറഞ്ഞു. അതായത് മിസ്യൂസ് ചെയ്യുക, ഓവർ യൂസ് ചെയ്യുക, അമിതമായിട്ട് മരുന്ന് കൊടുക്കുക, തെറ്റായ മരുന്നുകൾ കൊടുക്കുക, ഇത് രണ്ടുമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. 65,000-നും 1,00,000-നും ഒക്കെ ഉള്ള മരുന്ന് വരെ നമ്മുടെ എക്സ്പെർട്ട് കമ്മിറ്റിയിലുള്ള ആൾക്കാർ നേരിട്ട് അവരുടെ പ്രൈവറ്റ് ആശുപത്രിയിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ ബിസിനസ്. എന്തുകൊണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നില്ല? ദാറ്റ് ഈസ് ദി ക്വസ്റ്റ്യൻ. കാര്യം വെച്ച് കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മർഡറസ് എക്സസൈസാണത്. ഓവർ യൂസ് ആൻഡ് മിസ്യൂസ് ഓഫ് ഡ്രഗ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ പറഞ്ഞില്ലേ ഇപ്പോൾ ലഹരി സാധനങ്ങൾ കഴിച്ചിട്ട് ആളുകൾ ആ പറഞ്ഞ ബോധവും ജീവിതവും ഒക്കെ നഷ്ടപ്പെട്ട് അനാഥമായി തീരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനേക്കാളും ഭീകരമായൊരു പ്രവർത്തനമാണ് ഇത്. മനുഷ്യൻ്റെ ജീവൻ്റെ വേരിറക്കുന്ന ഒരു പ്രവർത്തനമാണ്. നിങ്ങൾ കോർട്ടിസ്റ്ററോയിഡ് കൊടുത്തില്ലേ? ഇവിടുത്തെ അന്നത്തെ ഡോക്ടർമാർ പറഞ്ഞു, നിങ്ങൾ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പനിയാണ്. രോഗികളുടെ ഡോക്ടർമാർ പറയുന്നത് നിങ്ങൾക്കിത് പനിയാണ്, നിങ്ങൾ പാരസെറ്റമോൾ കഴിക്കുക, അല്ലെങ്കിൽ അസിത്രോൾ കഴിക്കുക, അത് കഴിച്ചാൽ തീരും. അസിസ്ട്രോൾ യൂണിവേഴ്സലായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് എത്ര പേടിയാണെന്നുണ്ടെങ്കിൽ അസിസ്ട്രോൾ കഴിക്കുക, വല്ല ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലോ അതങ്ങ് പോവും എന്ന് പറഞ്ഞ് സമാശ്വസിപ്പിക്കാൻ ശ്രമിക്കുക. അല്ല ഡോക്ടർ, എന്നാൽ എനിക്ക് വല്ലാതെ തോന്നുന്നു, എനിക്ക് അവിടെ വേദന തോന്നുന്നു, ഇവിടെ തോന്നുന്നു, എനിക്ക് എന്തെങ്കിലും തരണം. എന്നിട്ട് അങ്ങോട്ട് ആവശ്യപ്പെടണം കോർട്ടിസ്റ്ററോയിഡ് വേണം. രോഗികൾ അങ്ങോട്ട് ആവശ്യപ്പെട്ട് കോർട്ടിസ്റ്ററോയിഡ് വാങ്ങി കൊണ്ടുപോയി അവർ ആത്മഹത്യ ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ തരത്തിൽ ഇത്തരം മരുന്നുകൾക്ക് ഒരു വിപണി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്, ഓവർ യൂസിൻ്റെയും മിസ്യൂസിൻ്റെയും ഒരു പശ്ചാത്തലം ഉണ്ടാക്കി മരുന്നുകൾക്കൊരു വിപണി ഉണ്ടാക്കി ആ വിപണിയിൽ ഒരുപാട് രക്തമൊഴുകി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ കോടികൾക്കുള്ള കള്ളരേഖയാണ്. കോവിഡ് കാലത്ത് മരുന്ന് വാങ്ങലിൽ കോടികൾക്ക് കള്ളരേഖ. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനെതിരെ അന്വേഷണം നടക്കുകയാണ്. അന്വേഷണം നടന്നു കഴിഞ്ഞാൽ എന്താണ്, തൃക്കാക്കരയപ്പൻ തന്നെയാണ് പറഞ്ഞത്, മനുഷ്യൻ്റെ ജീവനാണ് വലുത്. അതുകൊണ്ട് 500 രൂപയുടെ PP കിറ്റ് നിങ്ങൾ 1500 രൂപയ്ക്ക് വാങ്ങിക്കൊള്ളൂ എന്ന് തൃക്കാക്കരയപ്പൻ നേരിട്ട് പറഞ്ഞു എന്നാണ് അന്നത്തെ ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അപ്പം പിന്നെ തൃക്കാക്കരയപ്പൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് അപ്പീലില്ല. അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്. പിന്നെ ആരെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? ഇതിനകത്ത് പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓഫീസിലിരിക്കുന്ന കോർപ്പറേഷൻ ഓഫീസിലിരിക്കുന്നവർ മുകളിൽ നിന്നിരിക്കുന്ന ഒരു രാജീവ് സദാനന്ദനോ അല്ലെങ്കിൽ തൃക്കാക്കരയപ്പനോ അല്ലെങ്കിൽ മെഡിക്കൽ മിനിസ്റ്ററോ ആരെങ്കിലും എന്തെങ്കിലും യെസ് എന്ന് പറയാതെ അവർ ഒരു മെഡിസിനും ഇല്ലാത്തൊരു ഫേമിന് വേണ്ടി അവർ തനിയെ ഒരു കള്ള ഫേമിൻ്റെ പേരൊന്നും ഉണ്ടാക്കി അവർ ഓർഡർ കൊടുക്കില്ല. ഈ കള്ള ഫേമെന്ന് പറയുന്നത് ഫാർമസ്യൂട്ടിക്കൽ ഫേമിൻ്റെ വ്യാജമായിട്ടുള്ള നാമങ്ങളും അതിൻ്റെ ലെറ്റർ ഹെഡും ഒക്കെ ഉണ്ടാക്കുന്നത് ആരാണ്? അത് ആരുടെ ഓഫീസിൽ നിന്നാണ്? അത് ഈ കോർപ്പറേഷൻ്റെ ഓഫീസിൽ നിന്നല്ല, അതിൻ്റെ ഏജൻസ് ഉണ്ട്. ആ ഏജൻസ് ആരുടെ ഏജൻ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കും, ആരുടെ ഏജൻ്റാണെന്ന് പിൽക്കാലത്ത് മനസ്സിലാക്കും. അതായത് പണമല്ലാതെ മറ്റൊന്നുമല്ല ജീവിതം എന്ന് കരുതുന്ന ഒരു ജീവിത വേദാന്തിയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ധിക്കാരപൂർണമായ പ്രവർത്തനങ്ങളുടെ ദുരന്തമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് അതല്ല, പണമല്ലാതെ മറ്റൊന്നും കണ്ടാൽ മനസ്സിലാവില്ല, മനുഷ്യനെ കണ്ടാൽ മനസ്സിലാവില്ല. പണമുണ്ടോ എവിടെയെങ്കിലും? പണം എന്ന് കണ്ടാൽ ആ കണ്ണുകൾ വിടരുകയും ഒരിക്കലും ചിരിക്കാത്ത ഒരു ചിരി അദ്ദേഹത്തിൻ്റെ ആ വദന കൗപീനത്തെ പിളർന്നുകൊണ്ട് പുറത്തോട്ട് വരികയും ചെയ്യും. 6 വദന കൗപീനം ഒന്നിച്ച് കെട്ടിവെച്ചിരിക്കുകയാണ്, യാതൊരു കാരണവശാലും ആക്രമണം ഉണ്ടാകരുതെന്ന് വിചാരിച്ചു. പക്ഷേ അത് 6 എണ്ണത്തിനെയും ഒരൊറ്റ അടിക്ക് പിളർന്നുകൊണ്ട് ഒരു മഹത്തായ പുൻചിരി പുറത്തേക്ക് വരും. എന്താണ്? പണം പണം എന്ന് പറഞ്ഞ ആ ശബ്ദം കേട്ടാൽ അതാണ് നമ്മുടെ ഭരണം. നമ്മുടെ ഭരണത്തിൻ്റെ
പ്രകൃതം അതാണ് നമ്മുടെ ഭരണ സ്ഥാപനം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞില്ലേ 85,000 പേരെങ്കിലും ഇവിടെ മരിക്കും എന്നുറപ്പുള്ളത് കൊണ്ടൊരു ബിഗ് ഡാറ്റ അനാലിസിസിന് നമ്മൾ സ്പ്രിങ്ക്ലറുമായിട്ട് കരാറുണ്ടാക്കുന്നു. പിന്നെ ലൈഫ് മിഷന് പിന്നെ ഉണ്ടാക്കുന്ന കരാറുകൾ, അതിൻ്റെ ഒന്നും കഥ ഞാൻ പറയുന്നില്ല. സഹകരണ ബാങ്കുകളിൽ നടക്കുന്ന അഴിമതിയുടെ കഥ പറയുന്നില്ല. പിന്നെ ഈ പറഞ്ഞില്ലേ അപ്പോയിൻമെൻറ്റുകളുടെ പിൻവാതിലിലൂടെ പണം വാങ്ങുന്നില്ലെന്നാണ് നിങ്ങൾ കരുതുന്നത്. എം പിമാരുടെ ഭാര്യമാരുടെ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടാവില്ല. എം പിമാർ വേറെ തരത്തിൽ അവർക്ക് ധനാഗമ മാർഗ്ഗങ്ങളുള്ളതുകൊണ്ട് എം പിമാരുടെ ഭാര്യമാരുടെ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടാവില്ല. പക്ഷേ അപ്പോയിൻമെൻറ്റ് കിട്ടുന്ന പലരുടെ നിന്നും ഈ പറയുന്ന റെക്കമെൻഡ് ചെയ്യുന്ന സംഘടനയുടെ നേതാക്കന്മാർ കാശ് വാങ്ങുന്നുണ്ട്. ലിസ്റ്റ് ഉണ്ടാക്കുന്നത് സംഘടനയുടെ നേതാക്കന്മാരാണല്ലോ അവസാനമായിട്ട് ലിസ്റ്റ് കൊടുക്കുന്നത്. ആ ലിസ്റ്റ് കൊടുക്കുമ്പോൾ ആ ലിസ്റ്റിൽ പേര് വരണമെന്നുണ്ടെങ്കിൽ എത്ര സംഘടനയ്ക്ക് സംഭാവന ചെയ്യണം, എത്ര പാർട്ടിക്ക് സംഭാവന ചെയ്യണം എന്ന് പറഞ്ഞ് കാശ് വാങ്ങുന്നവരുണ്ട്. അത് ഈ ലോകത്തുണ്ട്. ഇപ്പോൾ അതിനേക്കാളും എല്ലാം ഭീകരമാണ് കോടികൾക്ക് കള്ളരേഖ. കമ്പനികൾ അറിയാതെ അവയുടെ പേരിൽ പർച്ചേസ് രേഖ. കമ്പനികൾ അറിഞ്ഞിട്ടില്ല നമ്മുടെ കമ്പനിയിൽ നിന്ന് ഇങ്ങനെ പർച്ചേസ് നടത്തിയിട്ടുണ്ടോ. ഈ പറയുന്ന മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഒരു സ്ഥാപനം. ഞാൻ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെയൊന്നും പറയില്ല. ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞാൽ എംബ്രാനൽപ്പം കട്ട് വിധിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കുമെന്ന്. ഇത് കേരളത്തിൽ ക്രാന്തദർശിയായ ഒരു കവിയേ ഉണ്ടായിട്ടുള്ളൂ. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം, മാർക്സിസേ ഭവാൻ മഹാൻ, നമുക്കും കിട്ടണം പണം. കാറൽ മാർക്സേ ഭവാൻ മഹാൻ, നമുക്കും കിട്ടണം പണം എന്നാണ് നമ്മുടെ മുദ്രാവാക്യം. കാറൽ മാർക്സ് അങ്ങ് മഹാനാണ്, നമുക്കും പണം കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എൻ്റെ ഭാര്യയ്ക്കും ജോലി കിട്ടണം, നമുക്ക് സഹകരണ ബാങ്കിൽ നിന്ന് പണം കിട്ടണം. അങ്ങനെ പണം പലത് കൈവഴിക്കുകയാണ്. അതാണ് നമുക്കും കിട്ടണം പണം. അതാണ് ഈ ഇവിടെയും പറയുമ്പോഴത്തേക്ക് എംബ്രാനൽപ്പം കട്ട് പൂജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും. അമ്പലവാസികളെയൊക്കെ നിങ്ങൾ എന്തിനാണ് പിടിക്കുന്നത്? ശരിക്ക് കട്ട ഭുജിച്ച ആ എംബ്രാനെ പിടി. ആ എംബ്രാൻ്റെ ചുറ്റും നിന്ന് പങ്കജാക്ഷൻ കടൽ വർണ്ണൻ, ഞാനതിൻ്റെ വരി മറന്നുപോയി, ഭയങ്കര കോമിക്കാണ് ആ പാട്ട്, കോമിക്കാണ് എന്നും പറഞ്ഞ് ഈ പറഞ്ഞില്ലേ എംബ്രാനെ സ്തുതിച്ചുകൊണ്ട് എംബ്രാനാണ് മഹാമരിയെ തടഞ്ഞു നിർത്തിയത് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. ആദ്യം നിങ്ങൾ എംബ്രാനെ പിടി. എംബ്രാൻ്റെ ഓഫീസിൽ നടന്ന അഴിമതികൾ എന്താണെന്നുള്ളത് പിടിക്കും. എംബ്രാൻ്റെ പ്രധാന സെക്രട്ടറിയുടെ മേശയുടെ അവിടെ വരെ വന്നിട്ട് ED തിരിഞ്ഞൊരു ഓട്ടോ ഓടി. അതിനുശേഷം ED കണ്ടിട്ടില്ല. അപ്പോൾ എംബ്രാൻ അല്പം കട്ടുപൂജിച്ചാൽ, ഇത് അല്പമൊന്നുമല്ല, ചില്ലറയൊന്നുമല്ല എംബ്രാൻ ഒതുക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒതുക്കൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾ അവിടെ ഇരിക്കുന്ന ഒരു ക്ലാർക്കിനെയോ അവിടെ ഇരിക്കുന്ന ഒരു സൂപ്രണ്ടിനെയോ അല്ലെങ്കിൽ ഒരു ഓഫീസറെയോ നിങ്ങൾ സസ്പെൻഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അയാളുടെ പേരിൽ എന്തെങ്കിലും ഒരു നോട്ടീസ് കൊടുത്ത് നടപടി എടുത്തിട്ട്, അതെല്ലാം അവരുടെ വിശകായിരുന്നു. അവരിങ്ങനെ കോടിക്കണക്കിന് അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വെച്ചാൽ ഇവർ ദേ ആർ ആൾ കോമൺ പീപ്പിൾ, സാധാരണ മനുഷ്യരാണ്. സാധാരണ മനുഷ്യരാകുമ്പോൾ ഇങ്ങനെ ഈ കോവിഡ് എന്ന് പറഞ്ഞാൽ അവരും ഭയവിവശരായിട്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് കക്കണമെന്ന് അവർക്ക് തോന്നുന്നില്ല. സാധാരണ ഈ പറയുന്ന ഈ ഓഫീസിലെ പ്രവർത്തകർക്ക് അതിനിടയ്ക്ക് കക്കണമെന്ന് തോന്നുന്നില്ല. അങ്ങനെ കക്കണമെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ നിന്ന് ആധികാരികമായിട്ട് മോഷണത്തിൻ്റേതായിട്ടുള്ള ഒരു ആധികാരികമായ ഒരു ശബ്ദം പുറപ്പെട്ട് കേട്ടാലേ അത് സംഭവിക്കും. ആ ആധികാരികമായ ശബ്ദം ആരുടേതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇത് ഒരാളെയും വ്യക്തിപരമായിട്ട് തേജോവധം ചെയ്യാൻ പറയുന്നതല്ല. കാരണം നിങ്ങൾ ഈ കളിച്ച കള്ളക്കളികളൊക്കെ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് വേണ്ടാതീനമാണ്, അബ്സേർഡാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറയുന്നത് അബദ്ധമാണ്, അയാൾ വായി തോന്നിയത് വിളിച്ച് പറയുകയാണെന്ന് പറഞ്ഞ് എനിക്ക് ദിവസവും ടെലിഫോണുകൾ വരും. ഇതൊക്കെയാണ്. നിങ്ങൾ ആരാണ്? നിങ്ങൾ ഏത് ഡിഗ്രി പാസ്സായിട്ടുണ്ട്? ഒരു ഡിഗ്രിയും പാസ്സാവണ്ട മനുഷ്യൻ്റെ കോമഡി. ഇന്നിപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ബൽറാം ഭാർഗവ എന്താ പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ, ഓവർ യൂസ് ആൻഡ് മിസ്യൂസ് ഓഫ് ഡ്രഗ്സ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിങ്ങൾ പോസിറ്റീവാണെന്ന് തെളിയിക്കുന്നത് എന്താണ്? നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ വൈറസിനെ കണ്ടെത്തുന്നു.
വൈറസിനെ കണ്ടതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞ് നിങ്ങളെ അവിടെ പിടിച്ച് കിടത്തുന്നു. 3 ദിവസം കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ നിയമങ്ങളൊക്കെ മാറ്റി 7 ദിവസം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് പുറത്ത് പോകാം. 3 ദിവസം കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് പനി വന്നില്ല, നിങ്ങളെ ടെസ്റ്റ് പോസിറ്റീവായിട്ട് കണ്ടിട്ട് പനി വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ടെസ്റ്റും കൂടാതെ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ വിട്ട് പോകാമെന്നാണ് പുതിയ നോംസ്. അത് നിങ്ങളെ പാലിക്കില്ലെന്നറിയാം. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫ്രോഡുലൻറ്റ് പ്രാക്ടീസ്. അതൊരു തട്ടിപ്പാണെന്നാണ് അതിൻ്റെ പച്ചയായ അർത്ഥം. വേറൊരർത്ഥം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറയില്ലല്ലോ. എത്ര ലക്ഷം ആൾക്കാരെയാണ് നിങ്ങൾ കബളിപ്പിച്ചത്? ലക്ഷക്കണക്കിന് ആൾക്കാരെയല്ലേ നിങ്ങൾ ഇപ്പോഴും ടെസ്റ്റിൻ്റെ പേര് കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന ഈ ദിവസവും നിങ്ങൾ ആളുകളെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, പോസിറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബൽറാം ഭാർഗവ് പറയുന്ന 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് 3 ദിവസമായിട്ട് നിങ്ങൾക്ക് പനി വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയൊരു ടെസ്റ്റിൻ്റെ ആവശ്യമില്ല, അത് നെഗറ്റീവ് ആണെന്ന് തെളിയിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് പുറത്തു പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദി വാലിഡിറ്റി ഓഫ് ദിസ് ടെസ്റ്റ്? ഈ പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു പക്ഷേ 20% 20 ദിവസം വരെ ഈ ടെസ്റ്റ് പോസിറ്റിവിറ്റി അങ്ങനെ തന്നെ കാണും. നിങ്ങൾക്ക് രോഗമില്ലെങ്കിലും 20 ദിവസം വരെ നിങ്ങൾ പോസിറ്റീവ് ആയിരിക്കുമെന്നുള്ള പ്രസ്താവനയും ICMRൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വമുള്ള ആ ഒരു ഡോക്ടറുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. 20 ദിവസം വരെ നീണ്ടുപോകാം പോസിറ്റിവിറ്റി, പക്ഷേ അതിന് നിങ്ങൾക്ക് രോഗം ഉണ്ടാകണമെന്നില്ല. അപ്പം പോസിറ്റീവ് എന്ന് പറഞ്ഞ് നിങ്ങൾ കാണുന്ന ആ ഫൈൻഡിങ് എന്ന് പറയുന്നത്, ആ ഫൈൻഡിങ് അത് ഒരു പക്ഷേ അത് ആക്യുറേറ്റ് ആൻഡ് ഒറിജിനൽ ആയാൽ പോലും ഇറ്റ് ഈസ് ഇറലവൻറ്റ്. രണ്ടാമത് അത് ആക്യുറേറ്റ് അല്ല. അങ്ങനെ ഒരു സയൻറ്റിഫിക് ആക്യുറസി ഉള്ള ഒരു ടെസ്റ്റ് ഇവിടെ നമ്മൾ നടത്തുന്നില്ല. ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എത്ര പേരെയാണ് അങ്ങനെ ഒരു ആവശ്യമില്ലാത്തൊരു ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള, അതായത് എ ടെസ്റ്റ് വിച്ച് ഹാസ് നോ റിസൾട്ട്, അതായത് അതിൻ്റെ റിലയബിലിറ്റി ഇല്ലാത്ത, അതായത് ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ യു ആർ കൺഫേംഡ് ആസ് എ കോവിഡ് പേഷ്യൻറ്റ്, അതാണ് നിങ്ങൾ ആദ്യം ചെയ്യുന്നത്. പോസിറ്റീവ് ആകുമ്പോൾ നിങ്ങൾ രോഗം സ്ഥിരീകരിക്കുകയാണ്. രോഗം സ്ഥിരീകരിച്ചിട്ട് 3-ാം ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഡോക്ടർ, ഇപ്പോൾ നീതി ആയോഗിൻ്റെ ആൾക്കാർ പറയുന്നു, ICMRൻ്റെ ആൾക്കാർ പറയുന്നു, 3 ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾക്ക് പനി വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ടെസ്റ്റിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് വീട്ടിൽ പോകാം. രോഗം സ്ഥിരീകരിച്ച് എന്നിട്ട് രോഗം സ്ഥിരീകരിക്കുന്നതിന് രോഗവിമുക്തിക്ക് നിങ്ങൾക്ക് ഒരു ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അസിംറ്റമാറ്റിക് ആയിട്ടുള്ള ആളിനെയാണ് നിങ്ങൾ ആക്രമിക്കുന്നത്. അതായത് 2 ഡോസും എടുത്തവരെയാണ് ആക്രമിച്ച് നിങ്ങൾ അവർക്ക് വലിയ ചെറിയ ജലദോഷം എന്തെങ്കിലും ഉണ്ടായാൽ പോലും കൊണ്ട് കിടത്തുന്നു. 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു അസുഖമില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞില്ല, നിങ്ങൾക്ക് there is no need of a ടെസ്റ്റിൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്ചാർജ് രോഗമുക്തിക്ക് ഒരു ടെസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്നാണ് ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര ലക്ഷം പേര്, ലക്ഷമൊന്നും അല്ല, കോടികളോളം ജനങ്ങളെ നിങ്ങൾ ഇതിൻ്റെ പേരിൽ കബളിപ്പിച്ചു. നിങ്ങൾ ടെസ്റ്റ് എന്ന് പറഞ്ഞ് എന്താണ് ചെയ്തതെന്ന് അവർക്കറിഞ്ഞു. പക്ഷേ അതിൻ്റെ റിസൾട്ടെന്ന് പറയുന്നത് ഈ തരത്തിൽ യാതൊരു വസ്തുതയും ഇല്ലാത്ത ടെസ്റ്റാണ്. അത് ഇടപാട് പലതും തട്ടിക്കൂട്ട് കമ്പനികൾ വഴി 1.52 കോടിയുടെ PPE കിറ്റ് കമ്പനി അറിയാതെ മഹാരാഷ്ട്രയിലെ ബയോലിങ്സ് ഇന്ത്യ എന്ന പ്രശസ്ത കമ്പനിയിൽ നിന്ന് 1.52 കോടി രൂപയുടെ PPP കിറ്റുകൾ വാങ്ങിയതായി രേഖയുണ്ട്. എന്നാൽ കോർപ്പറേഷന് PPP കിറ്റുകൾ നൽകിയിട്ടില്ലെന്നും മറ്റു ചില ഉപകരണങ്ങൾ മാത്രമാണ് നൽകിയിട്ടുള്ളതെന്നും കമ്പനി പ്രതിനിധികൾ വ്യക്തമാക്കുന്നു. കമ്പനിക്കാർ പറയുന്നു, നമ്മൾ ഈ 1.52 കോടിയുടെ കിറ്റ് നമ്മൾ കൊടുത്തിട്ടില്ല. പിന്നെ ഈ തണുപ്പ് കാലത്ത് ഈ പറഞ്ഞില്ലേ, നമ്മൾ പാർട്ടി സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കാനായിട്ട് വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇനിയിപ്പോൾ ഏരിയ സമ്മേളനങ്ങളൊക്കെ കഴിഞ്ഞ് അതിലൊക്കെ സഹകന്മാർ മകരമാസമൊക്കെ ആയതുകൊണ്ട് ഇത് വരാതിരിക്കാൻ വേണ്ടി PPE കിറ്റ് ഇട്ടാണ് ഇരിക്കുന്നത് പറഞ്ഞത്. അങ്ങനെയായിട്ട് വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ പോയി കാണും. ഗ്ലൗസ് കമ്പനിയിൽ നിന്ന് തെർമോമീറ്റർ. എറണാകുളത്തെ സ്ഥാപനത്തിൽ നിന്ന് 10 ലക്ഷം രൂപയുടെ ഇൻഫ്രാറെഡ് തെർമോമീറ്റർ വാങ്ങിയതായി രേഖകളുണ്ട്. എന്നാൽ ഈ സ്ഥാപനം മെഡിക്കൽ ഗ്ലൗസ് മാത്രമാണ് വിതരണം ചെയ്യുന്നത്. വേണ്ടപ്പെട്ടവരിൽ നിന്ന് 5 കോടിക്ക് ഫേസ് ഷീൽഡ്. എന്തുകൊണ്ടാണ് മുഖംമൂടി ധരിക്കണം എന്നൊക്കെ നിങ്ങൾ പറയുന്നത്? ഫേസ് ഷീൽഡ് എന്ന് പറയുമ്പോൾ ഇല്ല മറ്റതും ആകാം, ഷീൽഡ് പോലൊരു സാധനമുണ്ട്, ആകാം, ഇതും ആകാം. കോവിഡ് രൂപം കൊണ്ട ശേഷം
ആൻഡ്രിയ ട്രേഡേഴ്സ് എന്ന തൃശ്ശൂരിലെ സ്ഥാപനത്തിൽ നിന്ന് 5.03 കോടി രൂപയുടെ ഫേസ് ഷീൽഡ് വാങ്ങിയിട്ടുണ്ട്. മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മുൻ ജനറൽ മാനേജറുടെ സുഹൃത്തായ ദേശീയ ആരോഗ്യ മിഷൻ കരാർ ജീവനക്കാരൻ്റേതാണ് ഈ കമ്പനി. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞില്ലേ, എല്ലാവരും നിർബന്ധമായിട്ടും ഇത് ഷീൽഡ് ധരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ പാവപ്പെട്ട കേരളീയർ എല്ലാ ഭക്ത്യാദരങ്ങളോടെയും ഇത് ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ കച്ചവടം നടക്കണം. ഒരു കമ്പനിയിൽ നിന്ന് മാത്രം വാങ്ങിയിരിക്കുന്നത് 5 കോടി രൂപയുടെ ഫേസ് ഷീൽഡാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇവരെത്ര ഇൻസിസ്റ്റ് ചെയ്യുന്നത്? ഞാൻ ഇന്നലെയും പറഞ്ഞില്ലേ, ഏതൊരു ഓഫീസിൽ പോയി, ഞാൻ ഇവിടെ പെൻഷൻ സബ് ട്രഷറി ഓഫീസിൽ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പോലീസുകാർക്ക് 500 രൂപ 1000 രൂപയൊക്കെ അവരൊന്നും ചോദിക്കില്ല. എന്നാലും വെറുതെ ഒരു കരുതലിന് വേണ്ടി താടിക്ക് താഴെ ഇതിങ്ങനെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട്. അഥവാ വരികയാണെന്നുണ്ടെങ്കിൽ 500 രൂപ ചോദിക്കുകയാണെങ്കിൽ പിടിച്ച് മുകളിലോട്ട് ഇടാൻ വേണ്ടി. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു ട്രഷറി ജീവനക്കാരൻ സർ എന്നുവെച്ചാൽ മാസ്ക് മുകളിലോട്ട് വലിച്ച് കയറ്റിയിടണം. ഞാൻ ആ ജീവനക്കാരൻ്റെ കുറ്റം പറയില്ല. ജീവനക്കാരൻ വളരെ ഭക്ത്യാദരങ്ങളോടെ അത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതില്ലെങ്കിൽ പോക്കാണ് എന്നുള്ളതാണ്. ഇതില്ലെങ്കിൽ പോക്കാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ 5 കോടിയുടെ ഫേസ് ഷീൽഡാണ് വാങ്ങുന്നത്. അങ്ങനെ വാങ്ങുമ്പോൾ ഒരു ഭയങ്കരമായൊരു ബിസിനസ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾ ഫേസ് ഷീൽഡ് പാടില്ല എന്നൊന്നും പറയാൻ പാടില്ല. അതുകൊണ്ട് വേറെയും ഇറ്റ് ഈസ് ആൾസോ എ പൊളിറ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. ഒരു ഫേസ് ഷീൽഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. അത് നമ്മൾ കക്കാൻ കയറുമ്പോഴും കള്ളം കാണിക്കുമ്പോഴും നമ്മൾ മുഖരഹിതനാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുമ്പോഴും അങ്ങനെ വരുന്ന എല്ലാ അവസരങ്ങളിലും പ്രയോജനപ്പെടുന്നതാണ്. പഴം പച്ചക്കറി കമ്പനി വഴി 12 കോടിയുടെ ഗ്ലൗസ്. 12 കോടിയുടെ ഗ്ലൗസ് പഴം പച്ചക്കറി കമ്പനി വഴിയാണ് വാങ്ങിയിരിക്കുന്നത്. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ഈ തരത്തിൽ ഇങ്ങനെ വീണ്ടും കോവിഡിന് സജ്ജരായിക്കൊള്ളൂ എന്ന് ഞാൻ ബഹുമാനപ്പെട്ട വീണ ജോർജ്, അവർക്ക് ഇതിൻ്റെ ഒരു ഏർപ്പാടും ഇല്ലയെന്നറിയാം. ഈ ഇപ്പോൾ ശൈലജ ടീച്ചറോ വീണ ജോർജോ ഒക്കെ ഈ തരത്തിൽ ഈ വ്യാപാരി വ്യവസായ സംഘവുമായിട്ട് ബന്ധപ്പെടുന്നവരല്ല. ഇതൊക്കെ നമ്മുടെ ഇതിൽ ഈ മെഡിക്കൽ രംഗത്ത് തന്നെ പ്രവർത്തിക്കുന്ന വൻകിട വ്യാപാരി വ്യവസായ സംഘങ്ങളുണ്ട്. അവർക്കിതിൽ പ്രത്യേക താല്പര്യം കാണും. പക്ഷേ ഇവരൊക്കെ ഈ മുകളിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ആജ്ഞ അനുസരിച്ച് അവരവരുടെ ഉത്തരവാദിത്വം കാണിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞാൽ അവർ വലിയ കുറ്റങ്ങളൊന്നും ചെയ്യുന്നില്ല, അവർക്കറിഞ്ഞില്ല. പക്ഷേ അവർ മനസ്സിലാക്കേണ്ടത്, വെൻ യു ആർ മെയ്ഡ് എ മിനിസ്റ്റർ, നിങ്ങൾക്ക് നിങ്ങളുടെ മിനിസ്റ്റർ എന്നുള്ള ചില അധികാരങ്ങൾ, ഇതൊക്കെ റിവ്യൂ ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. എന്തുകൊണ്ടാണ് ചില കാര്യങ്ങളിൽ നിങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ടെസ്റ്റിൽ നിങ്ങൾ ഇൻസിസ്റ്റ് ചെയ്തിരുന്നു, ഇപ്പോഴും ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഇന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ രോഗവിമുക്തനാകുമ്പോഴത്തേക്ക് ദർ ഇസ് നോ നീഡ് ഓഫ് എ ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് വാട്ട് ഈസ് ദി റെലവൻസ് ഓഫ് ദിസ് ടെസ്റ്റ് പോസിറ്റിവിറ്റി ആൻഡ് വാട്ട് ഈസ് ദി പോയിൻ്റ് ഇൻ കൺഫേമിങ് ദി ഡിസീസ് ഓൺ ദി ബേസിസ് ഓഫ് എ ടെസ്റ്റ് പോസിറ്റിവിറ്റി? അതായത് രോഗം കൺഫേം ചെയ്യാനായിട്ട് ടെസ്റ്റ് പോസിറ്റിവിറ്റി വേണം. അത് രോഗവിമുക്തനാകുമ്പോഴും രോഗവിമുക്തിയുടെ ആ സമയത്ത് ടെസ്റ്റ് പോസിറ്റീവ് ആയിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ രോഗം കൺഫേം ചെയ്യുന്നത് ടെസ്റ്റ് പോസിറ്റിവിറ്റി കൊണ്ടാണ്. 3 ദിവസം കഴിയുമ്പോൾ പനിയില്ലാതെ പോകുമ്പോൾ നിങ്ങൾ ടെസ്റ്റ് പോസിറ്റീവാണ്, പക്ഷേ യു ക്യാൻ ഗോ. അപ്പോൾ നിങ്ങൾക്ക് രോഗമില്ല. കൺഫേം ചെയ്ത രോഗം, പോസിറ്റിവിറ്റിയിലൂടെ കൺഫേം ചെയ്ത രോഗം പോസിറ്റീവ് ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇല്ലാതായിത്തീരും. അതാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റിയുടെ കഥ. അല്ല എന്ന് നിങ്ങൾക്ക് ഇവിടെ ഇന്ന് ഈ പത്രങ്ങളിൽ അച്ചടിച്ചു വന്ന ഇവരുടെ ഈ നീതി ആയോഗിൻ്റെയും ICMRൻ്റെയും ആധികാരികന്മാരുടെ പ്രസ്താവനകളെ മുൻനിർത്തി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇതൊരു ആർഗ്യുമെൻ്റ് അല്ല, ഇത് മനുഷ്യൻ്റെ ജീവനും ആരോഗ്യവുമായി ബന്ധപ്പെടുന്ന ഒരു പ്രശ്നമാണ്. നിങ്ങൾ ടെസ്റ്റ് കൊണ്ട് കളിക്കുകയാണ്. ഇപ്പോഴും കളി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും 1-2 ലക്ഷം ടെസ്റ്റുകൾ നിങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ പറയുന്നു രോഗമുക്തി തെളിയിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ടെസ്റ്റ് വേണ്ട. രോഗം കൺഫേം ചെയ്യുന്നത് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ, എന്നാൽ രോഗമുക്തിക്ക് ടെസ്റ്റ് വേണ്ട. ദർ ഇസ് നോ നീഡ് ഓഫ് എ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ദാറ്റ് യു ഹാവ് റിക്കവേർഡ്. അതിന് ഒരു ടെസ്റ്റ് ആവശ്യമില്ല എന്ന് പറയും. ഇതൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഈ തരത്തിൽ കോടികളുടേതായിട്ടുള്ള ഒരു തിരിമറി
ഈ വസ്തുവകകളുടെ വ്യാപാരത്തിലൂടെ സമ്പാദിക്കുന്ന ഒരു സംഘം, ഒരു കൊള്ള സംഘം ഈ രോഗഭയവ്യാപനത്തിൻ്റേതായ ആ സങ്കീർണത സൃഷ്ടിക്കുന്നതിൽ നമ്മളെ വളരെയേറെ ശല്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തെ ഈ തരത്തിൽ ദുരിതപൂർണമാക്കുന്നതിൽ ഈ തരത്തിൽ വ്യാപാരി വ്യവസായികൾ അവരുടേതായിട്ടുള്ള പങ്ക് വളരെ കൃത്യമായി നിർവഹിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ താഴെ തന്നെ ഒരു വാർത്ത കിടപ്പുണ്ട്. US യാത്ര, മുഖ്യമന്ത്രി ചുമതല കൈമാറില്ല. ബുധനാഴ്ചകളിൽ ഓൺലൈനായും മന്ത്രിസഭാ യോഗം. അദ്ദേഹം എന്താവശ്യത്തിനായിട്ടാണ് US പോകുന്നത് എനിക്ക് അറിഞ്ഞില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെയും ഈ മൈൻഡ് കൺട്രോൾ എന്ന് പറയുന്നൊരു സമ്പ്രദായം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വന്നാണ്. അത് ലോകത്തിലെ വളരെ ഭീകരമായൊരു സമ്പ്രദായമാണെന്നും അതൊരു CIA ഓർഗനൈസേഷനാണെന്നും ബ്രെയിൻ വാഷിങ് പോലെ ആയിട്ടുള്ളതല്ല. മൈൻഡ് കൺട്രോൾ, ബ്രെയിൻ മോണിറ്ററിങ് എന്നൊക്കെ പറയും. പിന്നെ നമ്മുടെ മുഖ്യമന്ത്രി ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഈ ബ്രെയിനിൻ്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ അവിടെ കണ്ടെത്തിയാൽ അങ്ങനെ ഒരു പരീക്ഷണം അദ്ദേഹത്തിന് മേലെ നടത്തിയെന്ന് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതിലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ദൈവങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് ബ്രെയിനിൻ്റെ ഒന്നും ആവശ്യമില്ല. ബ്രെയിൻ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ബ്രെയിനിൻ്റെ എന്തെങ്കിലും പൗരാണിക അവശിഷ്ടങ്ങൾ അദ്ദേഹത്തിലുണ്ടെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ബ്രെയിനിൽ അദ്ദേഹത്തിൻ്റെ ഈ മൈൻഡ് കൺട്രോളിന് വിധേയനാക്കുമെന്ന് നമ്മൾ സാധാരണ ഭയപ്പെടേണ്ടതാണ്. ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ഇഷ്യൂ. ഒരുപാട് അന്യരാഷ്ട്രക്കാരെ കൊണ്ടുവന്ന് അവരെ മൈൻഡ് കൺട്രോളിൽ കീഴ്പ്പെടുത്തി, അതായത് ഈ ഡ്രഗ്സ് കൊടുക്കുന്നതിനേക്കാളും ഭീകരമാണ്. പണം എന്ന് കാണുമ്പോഴത്തേക്ക് ആർത്തി തോന്നാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ മൈൻഡ് കൺട്രോൾ ആയിക്കൂടാന്നില്ല. മൈൻഡ് കൺട്രോളിൽ കൂടി അങ്ങനെ ഒരു ഫാസിനേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്തുകൂടാന്നില്ല. ആ തരത്തിലുള്ള ഒരുപാട് സമ്പ്രദായങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അവരെത്രയോ വർഷമായിട്ടത് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു ചീഫ് മിനിസ്റ്ററോടെ പോകുമെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവനെക്കുറിച്ച് ഉത്കണ്ഠയുണ്ട്, അദ്ദേഹത്തിൻ്റെ മനസ്സിനെക്കുറിച്ച് ഉത്കണ്ഠയുണ്ട്, മനസ്ഥിരതയെക്കുറിച്ച് ഉത്കണ്ഠയുണ്ട്. ആ ഉത്കണ്ഠകളൊക്കെ നമ്മൾ ഉൾക്കൊള്ളുകയാണ്. എന്നാലും അദ്ദേഹത്തിന് അവിടെ പോയാലേ ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒന്ന് ആലോചിക്കേണ്ട കാര്യമുണ്ട്. നമ്മളിപ്പോൾ സിൽവർ ലൈനൊക്കെ കൊണ്ടുവരുമ്പോഴത്തേക്ക് എല്ലാവർക്കും സിൽവർ ലൈനിൽ കയറാൻ പറ്റില്ല എന്ന് പറയുന്നത് എല്ലാവർക്കും മേയോ ക്ലിനിക്കിലും പോകാൻ പറ്റില്ല. അതൊക്കെ തന്നെയാണ് നമ്മുടെ സോഷ്യലിസത്തിൻ്റെ അടിസ്ഥാന തത്വം. അതൊക്കെ അംഗീകരിക്കാം, അതിലൊന്നും തർക്കമൊന്നുമില്ല. പക്ഷേ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുധനാഴ്ചകളിൽ ഓൺലൈനായി മന്ത്രിസഭാ യോഗം. അത് ഭരണഘടനാ വിരുദ്ധമാണ്. ഇറ്റ് ഗോസ് അഗൻസ്റ്റ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. കേരളത്തിൻ്റെ മന്ത്രിസഭാ യോഗം ഒരു അന്യരാജ്യത്ത് വെച്ച് നടത്താൻ പാടില്ല. നമുക്കിപ്പോൾ ഒരു ഒഫീഷ്യൽ സീക്രസി ആക്ട് ഉണ്ട്. നിങ്ങളിപ്പോൾ സിൽവർ ലൈൻ പദ്ധതി കൊണ്ടുവന്നപ്പോഴത്തേക്ക് സിൽവർ ലൈൻ പദ്ധതിയിൽ പ്രതിരോധ വകുപ്പ് ചില സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു, ഈ സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചില സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ കേരളത്തിൻ്റെ ഒരു ഹോട്ട് ഇഷ്യൂ ആണ് ഇപ്പോൾ സിൽവർ ലൈനിൻ്റെ ഇഷ്യൂ. നിങ്ങൾ മന്ത്രിസഭാ യോഗം കൂടുമ്പോഴത്തേക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂവിനെ പറ്റി സംസാരിക്കുമ്പോൾ ദർ ആർ ഫോറിനേഴ്സ് ഇൻട്രസ്റ്റ് അതിനകത്തുണ്ട്. അത് ഓൺലൈനായിട്ട് നമ്മൾ നടത്തുമ്പോഴത്തേക്ക് ഓൺലൈനായിട്ട് അതിൽ പറഞ്ഞില്ലേ, നമ്മുടെ ഈ പറയുന്ന പാർട്ടിസിപ്പൻസിനെ മാത്രമേ അത് ഒബ്സർവ് ചെയ്യാവുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഇരിക്കുന്ന അമേരിക്കയിലാണ്. അമേരിക്കയിൽ വെച്ച് നമ്മുടെ മന്ത്രിസഭാ യോഗം വിളിക്കുന്നതിൽ അതിൽ കോൺസ്റ്റിറ്റ്യൂഷനിലായിട്ട് വയലേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ദേശഭദ്രതയെ സംബന്ധിച്ച ഒരു വലിയ ലംഘനം അതിനകത്തുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ ക്യാബിനറ്റ് യോഗം വൈറ്റ് ഹൗസിൽ വെച്ച് കൂടണം എന്ന് തീരുമാനിക്കുന്നത് പോലെ തന്നെയാണ് ഇത്. ഓൺലൈനാണ് എന്ന് പറയുന്നതുകൊണ്ട് ഈ ഓഫ്ലൈനും ഓൺലൈനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല സുഹൃത്തെ. നമ്മൾ ചോർത്തപ്പെടുന്നത് എവിടെ കൂടെയാണ്? നമ്മുടെ വീട്ടിലിരുന്ന് പറഞ്ഞില്ലേ, ഇപ്പം ഇന്ദിരാഗാന്ധിയുടെ വസതിക്കുള്ളിലാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. അവിടെ ഇത്രയും വലിയ സുരക്ഷാ സമ്പ്രദായങ്ങളുണ്ടായിരുന്നു. ഇത് നമ്മൾ പറഞ്ഞത് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ നയതന്ത്രപരമായ പല തീരുമാനങ്ങളും ക്യാബിനറ്റ് ഡിസിഷൻസ് എടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ ഈ ഒരു സിറ്റുവേഷൻ, ഈ കോടികൾ വെട്ടിച്ച ഈ ടെസ്റ്റ് തുടരണോ വേണ്ടേ എന്നുള്ളതിനെ പറ്റിയൊരു ചർച്ച വരും. മന്ത്രിസഭയിൽ അത് വന്നേ പറ്റൂ, വരാതിരിക്കാൻ പറ്റില്ല. എന്ത് ആക്ഷൻ എടുക്കണം എന്നുള്ള ചർച്ച വരും. മറ്റു പല കാര്യങ്ങൾ, കള്ളക്കടത്തിൻ്റെ കാര്യമുണ്ട്, അത് മന്ത്രിസഭയിൽ ചർച്ച വന്നുകൂടാന്നില്ല. വളരെ കുഴപ്പം പിടിച്ച പ്രശ്നങ്ങളുണ്ട്, ലൈഫ് മിഷൻ്റെ പ്രശ്നമുണ്ട്, അത് മന്ത്രിസഭയിൽ ചർച്ച കൂടാന്നില്ല. പക്ഷേ ആ ചർച്ച അമേരിക്കയിൽ അതിൻ്റെ അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക്
ക്യാബിനറ്റ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് അമേരിക്കയിലാണ്. അമേരിക്കയിൽ വെച്ച് കേരളത്തിൻ്റെ ക്യാബിനറ്റ് മീറ്റിംഗ് അങ്ങനെ കണ്ടക്ട് ചെയ്യാൻ പാടില്ല. അത് ഭരണഘടനാ ലംഘനമാണ്. അത് ദേശ സുരക്ഷാ നിയമങ്ങളുടെ ലംഘനമാണ് ഒരു മന്ത്രിസഭ എന്ന് പറയുന്നതിന്. ആൻഡ് ഇറ്റ് ഹാസ് എ ഡെക്കോറം ആൻഡ് ഡിഗ്നിറ്റി, എസ്പെഷ്യലി വെൻ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് അവർ നാഷണൽ സെക്യൂരിറ്റി സിസ്റ്റം. നമ്മുടെ നാഷണൽ, അതായത് ഇപ്പോൾ ഒരു മന്ത്രി പോകുമ്പോഴത്തേക്ക് ഞാൻ ചോദിക്കട്ടെ, ഇദ്ദേഹം കേരളത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് എന്തിനാ എസ്കോർട്ട് കൊടുക്കുന്നു? നമ്മുടെ മുഖ്യമന്ത്രി കേരളത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ എന്തിനാ അദ്ദേഹത്തിന് എസ്കോർട്ട് കൊടുക്കുന്നത്? മന്ത്രിമാർക്ക് എന്തിനാണ് എസ്കോർട്ട് കൊടുക്കുന്നത്? ഈ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഗുണ്ടകളിൽ ഒരാളാണ് കെ സുധാകരൻ എന്ന് പറയുന്നത്. എനിക്ക് അദ്ദേഹത്തെ അറിഞ്ഞൊന്നും കൂടെ, പക്ഷേ ഞാൻ ആദ്യം അദ്ദേഹത്തെ അറിയുന്ന അദ്ദേഹം ഒരു ഗുണ്ട എന്നുള്ളതിൽ അത് എൻ്റെ തെറ്റുകൊണ്ടായിരിക്കും. ഞാൻ കേട്ടതിൻ്റെ തെറ്റുകൊണ്ടോ എനിക്കത് പറഞ്ഞു തന്ന ആളുടെ തെറ്റുകൊണ്ടോ. ഞാൻ അന്ന് വരുമ്പോഴത്തേക്ക് അത് മാർക്സിസ്റ്റുകാരുടെയൊക്കെ ബന്ധമുള്ളൊരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. മാർക്സിസ്റ്റ് സഹാക്കൾ താമസിക്കുന്ന ഒരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അവിടെ വെച്ചപ്പോൾ എൻ്റെ ഓർമ്മ ഇദ്ദേഹം അന്ന് കോൺഗ്രസ്സുകാരനല്ലായിരുന്നു. അന്ന് അദ്ദേഹം ജനതാ പാർട്ടിയിലായിരുന്നു. അപ്പോൾ ജനതാ പാർട്ടിയിലെ ഏറ്റവും ഇതായിട്ടുള്ള ഈ തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാളെന്ന ഇതിലാണ് സുധാകരൻ എന്ന ആ പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. പിന്നെ അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് മാറിയത് പിൽക്കാലത്താണെന്ന്. അന്ന് ഞാൻ കണ്ണൂരില്ലെന്ന് എൻ്റെ ഒരു ഓർമ്മ. ആ സുധാകരൻ തന്നെയാണോ ഈ സുധാകരൻ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അത് ഏതാണ്ട് തീർച്ചയായപ്പോഴത്തേക്ക് ടി രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ സാധുവായൊരു മനുഷ്യൻ അവസാനം എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഓടി കോൺഗ്രസ് ഓഫീസിൽ. അത് ഇയാളെ കണ്ട് പേടിച്ചിട്ടാണെന്നാണ് പറയുന്നത്. അദ്ദേഹം ഇന്നലെ പറഞ്ഞു കേട്ടില്ലേ, രക്തസാക്ഷിത്വം ഇരുന്ന് ചോദിച്ചതാണ്. എന്ത് മനോഹരമാണ് ആ പ്രയോഗം. ഒരു കോൺഗ്രസ്സുകാരന് ഇത്രയും മനോഹരമായൊരു പ്രയോഗം നടത്താൻ പറ്റും. ഇത് പറഞ്ഞില്ലേ, ഇപ്പോൾ കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടായി, സംഘർഷമുണ്ടായി. ഇപ്പോൾ പുറത്ത് നിന്ന് കോൺഗ്രസ് നേതാവ് വന്നു. കോൺഗ്രസ് നേതാവ് വന്നപ്പോഴത്തേക്ക് അയാൾ ആയുധം കരുതിയിരുന്നു. അയാൾ ആയുധം പ്രയോഗിച്ചു, കുത്തി, കൊന്നു. അത്രയും നമുക്ക് മനസ്സിലാക്കാം. അതൊക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ അയാൾക്ക് സെൽഫ് ഡിഫെൻസിന് വേറെ ഒരുപാട് മാർഗങ്ങളുണ്ടാകും. പക്ഷേ കൊല്ലപ്പെട്ടവൻ അവൻ മരണം ഇരന്നു വാങ്ങിയതാണ് എന്ന് പറയണമെങ്കിൽ ഈ പറയുന്നവൻ ആരായിരിക്കണം? എന്ത് നികൃഷ്ടനായിരിക്കണം? നമ്മൾ ആലോചിച്ച് നോക്കാം. നമ്മൾ ഇവിടുത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അപജയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വരുന്നത് ഇവിടെ ഉണ്ടല്ലോ ഒരു വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ഈ പാദസേവ ഇത് നടത്തുന്ന നേതാവ്. അദ്ദേഹം പറയട്ടെ അതിൻ്റെ ന്യായം. പണ്ട് പാടത്ത് ജോലി വരമ്പത്ത് കൂലി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് ഇതേപോലെയുള്ളൊരു വൃത്തികെട്ട പ്രസ്താവനയായിരുന്നു. അന്ന് അതിനെ ആൾക്കാരൊക്കെ വിമർശിച്ചില്ല. അതിനേക്കാളും എത്രയോ വൃത്തികെട്ടൊരു പ്രസ്താവനയാണ്. ആരും ഒന്നും ഇറങ്ങി വാങ്ങുന്നില്ല. കുട്ടികൾ തമ്മിൽ സംഘടന ഉണ്ടാകുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വാശി ഉണ്ടാകുന്നു. അതിൽ കോൺഗ്രസ്സുകാരുടെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു, എടുത്ത് കുത്തി കൊന്നു. ഇപ്പോൾ കുത്തിയവൻ ഗുണ്ടയാണോ അതല്ല അവൻ ചെയ്ത് മനഃപൂർവ്വമാണോ എന്നൊക്കെയുള്ളത് പിന്നീട് വരുന്ന പ്രശ്നം. പക്ഷേ മരിച്ചവൻ അത് ഇരന്നു വാങ്ങിയതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനും അവൻ്റേതായിട്ടുള്ള വ്യക്തിത്വവും തൻ്റെ ഇടമൊക്കെ ഉണ്ട്. അവൻ്റെ ഒരു സംഘത്തെ ആക്രമിക്കാനായിട്ട് ആൾ വരുമ്പോഴത്തേക്ക് അവൻ നെഞ്ച് വിരിച്ചു കൊടുക്കും. എന്നാ കുത്തടാന്ന് പറഞ്ഞു. അങ്ങനെ നെഞ്ച് വിരിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ക്രൈം ആകുന്നില്ല. അത് അറിയാനുള്ളൊരു വിവേകം കൃത്യമായിട്ടും ഒരാൾക്കുണ്ടാകേണ്ടതാണ്. ഒരു ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞ് നമ്മൾ കേൾക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ പറഞ്ഞില്ലേ ഒരുപാട് സഹാക്കൾ ഇവിടെ പറഞ്ഞില്ലേ പട്ടിണി കിടന്ന് മരിച്ചിട്ടുണ്ട്. ഓവർ ഡോസ് കൊടുത്തും മരുന്നിൻ്റെ മിസ്യൂസ് കൊടുത്തും നിങ്ങൾ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. ഇപ്പോഴും രോഗം പടർന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് നിങ്ങൾ ഈ പറഞ്ഞില്ലേ ഇത്രയും ആളുകളിൽ ഇവിടെ മഹാമാരി ഇങ്ങനെ വൻ കുതിപ്പിലാണ് എന്ന് കേൾക്കുമ്പോൾ അങ്ങനെ കുതിക്കുകയാണെങ്കിൽ ഞാൻ അമേരിക്കയിലേക്ക് കുതിക്കുകയാണ്. ഇത്രയും ആൾക്കാരെ ഒറ്റയ്ക്കായിട്ട് എൻ്റെ ജീവൻ മാത്രം രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്, അതായത് ഇതൊരു മഹാമാരിയാണ്, 50,000 പേരെങ്കിലും കൊന്നെന്നാണ് നിങ്ങളുടെ ഗവൺമെൻറ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ വ്യക്തിപരമായിട്ട് ഇവിടെ ആരെയും കൊന്നുവെന്ന് എനിക്ക് അഭിപ്രായമില്ല. അത് ഞാൻ ഒരു സാധാരണക്കാരനും അജ്ഞനും വിവരശൂന്യനുമായതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. പക്ഷേ വിവരമുള്ള നിങ്ങൾ പറയുന്ന 50,000 പേരെ, അതിൽ അധികം പേരെ ഈ മഹാമാരി കൊന്നു. വീണ്ടും കൊന്നുകൊണ്ടിരിക്കുകയാണ്. ദിവസവും 10-20 പേരെ ഒരു മഹാമാരി വന്ന് കൊന്നുകൊണ്ടിരിക്കുകയാണ്. കൊന്നുകൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി ഇവിടെ നിന്ന് അമേരിക്കയിലേക്ക് പോവുകയാണ്. ഇങ്ങനൊരു സന്ദർഭത്തിൽ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോകണമെന്നുള്ളതാണ്. അദ്ദേഹത്തിന് അമേരിക്കയിൽ എന്തിനു പോകണം എന്നുള്ള കാര്യം അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. നിങ്ങൾ എന്ത് കാര്യത്തിനാണ് പോകുന്നത്?
നിങ്ങളുടെ ദേഹ ചികിത്സയ്ക്ക് വേണ്ടിയാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ ആ രോഗം എന്താണെന്ന് അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. എന്നുവെച്ചാൽ നിങ്ങൾ പോയതുപോലെ ആ തരത്തിലുള്ള രോഗമുള്ളവർക്ക് അങ്ങനെ ഈ പണവും സൗകര്യവും ഉണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ ധനവാനാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് സൗജന്യമായിട്ട് ചെയ്തു തരുന്നതാണ്, സൗജന്യമല്ല സ്വന്തം ചിലവിൽ പോകാൻ അവിടെ ആളുണ്ടെന്നുണ്ടെങ്കിൽ അവർ പോയിക്കോട്ടെ. ഇവിടെ 65,000 രൂപയ്ക്ക് നിങ്ങൾ പറഞ്ഞില്ലേ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കരുതെന്ന് പറയുന്ന മെഡിസിൻ നിങ്ങളുടെ ഇവിടെ കൊടുക്കുമ്പോഴാണ് 65,000 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ അവിടെ ചികിത്സിക്കാനായിട്ട് മേയോ ക്ലിനിക്കിൽ ആണെന്നും പറഞ്ഞാണ് പത്രങ്ങൾ പറയുന്നത്. എനിക്കറിഞ്ഞൂടാ. ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗിക ചുമതല, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല, അത് ഔദ്യോഗിക ചുമതല മാറരുത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞില്ല, പണ്ട് നമ്മൾ ഈ കല്യാണ സദ്യക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്ക് ആകുമ്പോഴത്തേക്ക് സീറ്റ് പിടിക്കാനായിട്ട് തള്ളാകുമ്പോഴത്തേക്ക് പുറത്ത് നിൽക്കുന്ന ആൾക്കാർ എന്താണ് സീറ്റിലോട്ടൊരു തോർത്ത് വലിച്ചെറിയും. അത് റിസർവേഷനാണ്. ആ തോർത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൽ ആരും കയറിയിരിക്കില്ല. അപ്പോൾ ഞാൻ അമേരിക്കയിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു തോർത്തെടുത്ത് വെച്ചിട്ട് അടയാളത്തിന് ആരെങ്കിലും എടുത്തിട്ട് വെച്ചിട്ട് പോയാൽ പോരെ. അതിന് പകരം പറഞ്ഞില്ലേ, അതിനാണ് നമ്മൾ ചാർജ് എന്ന് പറയുന്നത്. ഒരു അടയാളത്തിനായിട്ടൊരു ചാർജ് എടുത്ത് വെച്ചിട്ട് അവിടെ പോയിരിക്കാമല്ലോ. അല്ലാതെ അവിടെ പോയിരുന്നിട്ട് കേരളത്തിൻ്റെ മന്ത്രിസഭാ യോഗം അമേരിക്കയിൽ വെച്ച് കേരളത്തിൻ്റെ മന്ത്രിസഭാ യോഗം കൂടണമെന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത് ഭരണഘടനാലംഘനമാണ്. അത് ദേശീയ സുരക്ഷാ നിയമത്തിന് വിരുദ്ധമാണ്. ആ തരത്തിൽ ഒരു മന്ത്രിസഭയ്ക്ക്, ഒരു കേരളത്തിലുള്ള മന്ത്രിസഭയ്ക്ക് ഇന്ത്യയുടെ ദേശീയ ആഭ്യന്തര പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പലതും ചർച്ച ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ അത്രയും കാലം അത് മാറ്റിവെക്കേണ്ടി വരും. ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അനിവാര്യമായി തീരുന്ന ഒരു മന്ത്രിസഭാ യോഗമാണെന്നാണല്ലോ ഇപ്പോൾ. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചാർജ് ഏൽപ്പിച്ചിട്ട് പോകും. അദ്ദേഹം തന്നെ അവിടെ ഇരുന്നാലേ പറ്റൂ, വേറെ ആരും ഇരുന്നാലേ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ വളരെ മർമ്മപ്രധാനമായിട്ടുള്ള പ്രശ്നമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ പാകിസ്ഥാനുമായിട്ടുള്ള കൺഫ്രണ്ടേഷന്, അല്ലെങ്കിൽ ആസാമിലെ പ്രശ്നം, അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചാബിലെ പ്രശ്നം, അതുൾപ്പെടെയുള്ള പ്രശ്നം കേരള മിനിസ്റ്റർ ചർച്ച ചെയ്തു തുടങ്ങുന്നുണ്ടോ? അതിൻ്റെ അത് ആരെങ്കിലും ഉന്നയിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊന്നും ഉന്നയിക്കാതെ ഇദ്ദേഹത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി അതെല്ലാം മാറ്റി വെച്ചിട്ട് അങ്ങനെ ഒരു നോമിനലായിട്ട് അവിടെ ഒരു സമ്മേളനം എന്തിനാണ്, ഒരു വ്യർത്ഥമായിട്ടൊരു സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് എന്തിനാണ്? ഇത് എൻ്റെ പൊക്കം വെളിപ്പെടുത്താൻ വേണ്ടിയല്ല. ഞാൻ ചികിത്സയ്ക്ക് പോകുമ്പോഴും ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ ഭരിക്കും, ഞാൻ എവിടെ പോയാലും അവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ ഭരിക്കും, ഇവിടെ മന്ത്രിസഭാ യോഗം കൂടുമെന്ന് പറയുന്ന ആ ഒരു മനസ്ഥിതി എന്ന് പറയുന്നത് എന്തുമാത്രം ജീർണതയുടെ അടയാളമാണ്. ഇത്രയും ജീർണ മനസ്ഥിതിയുള്ള ഒരു ഭരണാധികാരി കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ എന്തെങ്കിലും രോഗം ബാധിച്ച് അതിൻ്റെ ജീർണത ചികിത്സിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ അതിനേക്കാൾ കടുത്ത ഈ മാനസിക ജീർണതയ്ക്കും കൂടി അവിടെ ചികിത്സ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ സ്വാഭാവികമായിട്ട് ആഗ്രഹിച്ചു പോവുകയാണ്. നമ്മൾ അതങ്ങനെ നിസ്സാരമായിട്ട് തള്ളി എഴുതി കളയാവുന്ന ഒരു കാര്യമാക്കാൻ പാടില്ല. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ധർമ്മരാജ അഡാഡിൻ്റെ ഒരു ഇതാണ്. അദ്ദേഹം പറയുന്ന കണ്ണൂർ സർവകലാശാലയിൽ പുനർനിയമനത്തെ സംബന്ധിച്ച് അവർ പ്രത്യേകിച്ച് നിയമം എഴുതിയിട്ടുണ്ടെന്നാണ്. പുനർനിയമനം നടത്തുന്നതിന് വൈസ് ചാൻസലർ പദവിയിൽ പുനർനിയമനം നടത്തുന്നതിന് വ്യവസ്ഥയില്ല. കണ്ണൂർ സർവകലാശാലയുടെ ആക്റ്റിൽ അതുണ്ട് താനും. സർവകലാശാലകളുടെ ആക്ട് സ്റ്റാറ്റ്യൂട്ട്സും അരച്ച് അപ്പോൾ അത് ധർമ്മരാജനതങ്ങ് പറഞ്ഞൂടെ അതെന്താണെന്ന് ആ വ്യവസ്ഥ? പുനർനിയമനം നടത്തുന്നതിന് വ്യവസ്ഥ ഉണ്ടാകും. പക്ഷേ പുനർനിയമനം നടത്തുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ആൻ അപ്പോയിൻമെൻറ്റ് എന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന് കണ്ടീഷൻസ് ഉണ്ടാകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പുനർനിയമനമാകാം, റീഅപ്പോയിൻമെൻറ്റ് മേ ബി ഡൺ. അപ്പോൾ റീഅപ്പോയിൻമെൻറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ആർ ദി കണ്ടീഷൻസ് എന്ന് അതിനകത്ത് പറഞ്ഞിട്ടില്ലല്ലോ. കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് അതിൽ പാലിക്കേണ്ടെന്ന് പറഞ്ഞില്ലേ. അതിൻ്റെ വയസ്സിൻ്റെ കാര്യമുണ്ട്. കണ്ണൂർ സർവകലാശാലയിലെ ആക്റ്റിലെ എൻ്റെ കുഞ്ഞ് ധർമ്മരാജൻ കുഞ്ഞ് കണ്ണൂർ സർവകലാശാലയിലെ ആക്റ്റിൽ പുനർനിയമനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പുനർനിയമനത്തെക്കുറിച്ച് മാത്രമല്ല, VCയുടെ ഏജിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതെന്താ ധർമ്മരാജൻ കുഞ്ഞ് പറയാത്തത്? നിങ്ങൾ അതാണ് ഫോളോ ചെയ്യുന്നത്. നിങ്ങൾ UGC ഗൈഡ് ലൈൻസ് അല്ല ഫോളോ ചെയ്യുന്നതെങ്കിൽ, UGCയിൽ പുനർനിയമനത്തെ പറ്റി പറയുന്നില്ല, അതുകൊണ്ട് വേറെ എവിടെയും അത് പറയുന്നില്ല, എന്നാൽ അതിവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 90 വയസ്സ് കൂടുതലാകാൻ പാടില്ലെന്ന് എവിടെയോ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് UGC പറഞ്ഞാലും ഇവിടെ പറഞ്ഞാലും ഇത് ബാധകമാണല്ലോ. അല്ല 60 വയസ്സ് കൂടാൻ പാടില്ലെന്ന്. അതെങ്ങനെ വയലേറ്റ് ചെയ്യുന്നത്? എഴുതുമ്പോൾ ഈ ഇത് പറഞ്ഞില്ലേ, ഈ കൂലി എഴുതുമ്പോൾ പോലും കൂലി എഴുതുന്നവനെ എന്ത് ചെയ്യണമെന്ന്
കൂലിയിൽ എഴുതുന്നതിന് പോലും ഒരു 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 നിലവാരമുണ്ട്. അതുപോലും മറന്നിട്ടാണ് ധർമ്മരാജ ഇത് എഴുതിയിരിക്കുന്നത്. ഇയാൾ ഒരു വൈസ് ചാൻസലറായിരുന്നു. നോക്കുക, വൈസ് ചാൻസലറായിരുന്നു. വൈസ് ചാൻസലർ ആയിരിക്കുമ്പോഴത്തേക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി ആക്ടിൽ വൈസ് ചാൻസലറുടെ ഏജിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? UGC ആക്ടിൽ വൈസ് ചാൻസലറുടെ ഏജിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എവിടെയാണത് പറഞ്ഞിട്ടുള്ളത്? എവിടെയാണത് പറഞ്ഞിട്ടുള്ളത്? രണ്ടിടത്ത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിവിടെ ബാധകമാണ്. എന്നുവെച്ചാൽ UGC ആക്റ്റും ബാധകമാണ്, കണ്ണൂർ സർവകലാശാല ആക്റ്റും ബാധകമാണ്. അതല്ല, കണ്ണൂർ സർവകലാശാലയിൽ ഈ വയസ്സിൽ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാണ്, ധർമ്മരാജ് പറഞ്ഞ് ശരിയാണ്, ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇളവ് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ, വയസ്സിൽ ആരും ഇളവ് പ്രഖ്യാപിച്ചിട്ടില്ല. വയസ്സ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കണ്ണൂർ സർവകലാശാല ആക്ടിലാകാം, UGC ആക്ടിലാകാം. രണ്ടിൽ ഏതിലും പറഞ്ഞാലും അത് ഫോളോ ചെയ്യാൻ. ഇപ്പോൾ UGC ആക്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ കണ്ണൂർ സർവകലാശാല അല്ലാത്തടത്ത് 60 കൂടിയവരും വേണമെങ്കിൽ നിയമിക്കാം. പക്ഷേ ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ UGC ആക്ടിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60 കഴിഞ്ഞവരെ നിയമിക്കാൻ പാടില്ല. പിന്നീട് നിയമനമാകുമ്പോഴത്തേക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ നിയമിക്കാൻ അർത്ഥമുണ്ട്. BCയുടെ പദവി വഹിക്കുന്ന ആളിൻ്റെ പ്രായമാണ്, അപ്പോയിൻമെൻറ്റിനുള്ള പ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. റീ അപ്പോയിൻമെൻറ്റ് ഈസ് ആൻ അപ്പോയിൻമെൻറ്റ്. ആ അപ്പോയിൻമെൻറ്റ് വീണ്ടും നിയമനമാണ്. വീണ്ടും നിയമിക്കുമ്പോഴത്തേക്ക് 60 വയസ്സ് കഴിയാൻ പാടില്ല എന്ന് പറയുന്ന നിയമത്തെ വയലേറ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ധർമ്മരാജ് മനസ്സിലാക്കേണ്ടത് ഇത് പറഞ്ഞില്ല. ധർമ്മരാജന് പണ്ടേ പറഞ്ഞില്ലേ, സംസ്കൃതം പോലും വായിച്ചാൽ മനസ്സിലാവില്ല. ഞാനൊന്നും പറയുന്നില്ല. ഇതൊക്കെ എങ്ങനെയാണ് പറഞ്ഞില്ലേ, സംസ്കൃത യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് പറഞ്ഞില്ലേ, ഞാൻ പിന്നെ അത് വ്യക്തിപരമായി ഇപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള പറഞ്ഞില്ലേ, ഈ കൂലി എഴുത്ത്, അതായത് ഒരു വൈസ് ചാൻസലർ പദവി അർഹതയില്ലാഞ്ഞിട്ടും ഒരു ഔദാര്യം കൊണ്ട് മാത്രം കിട്ടി അത് നക്കിയെടുത്ത് അത് ഭുജിച്ച് അതിൻ്റെ വീരസ്യം പത്രക്കടലാസിൽ എഴുതി നിറയ്ക്കുന്നത് ശരിയല്ല എന്ന് ധർമ്മരാജ് മനസ്സിലാക്കണം. ധർമ്മരാജ് ആരാണെന്ന്, ധർമ്മരാജിൻ്റെ സ്റ്റഫ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അത് പരസ്യപ്പെടുത്തണമെന്നില്ല, കൂടെ എഴുതി ഇങ്ങനെ പരസ്യപ്പെടുത്തണമെന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വേറൊരു, കേരള സർവകലാശാലയോട് രാഷ്ട്രപതിക്ക് ഓണററി ഡീലിറ്റ് നൽകാൻ ചാൻസലർ നിർദ്ദേശിച്ചെന്നും അത് സർവകലാശാല നിരസിച്ചെന്നുമുള്ള വാർത്തയാണ് അന്ത്യചർച്ചയ്ക്ക് വിഷയിച്ച മറ്റൊരു കാര്യം. ചാൻസലർ എന്ന നിലയിൽ ആർക്കെങ്കിലും ഡീലിറ്റ് നൽകണമെന്ന് ആവശ്യപ്പെടാൻ ആ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് അധികാരമോ അവകാശമോ ഒരു സർവകലാശാലയുടെയും ചട്ടങ്ങൾ നൽകുന്നില്ല. ഇവിടെ അങ്ങനെ ഏതെങ്കിലും സർവകലാശാലയോട് ആവശ്യപ്പെട്ടോ? സർവകലാശാലയോടല്ല ആവശ്യപ്പെട്ടത്. ഹി വാസ് മേക്കിംഗ് എ പ്രൊപ്പോസിഷൻ, ഒരു പ്രപ്പോസൽ കൊടുക്കുകയാണ്. ആർക്കാണ്? ഇത് വൈസ് ചാൻസലർ. വൈസ് ചാൻസലർക്ക് അതിനുള്ള പറഞ്ഞില്ല, ഇങ്ങനൊരു നിർദ്ദേശം വരുന്നുണ്ട്, ഇങ്ങനൊരു നിർദ്ദേശം എനിക്കുണ്ട്, ആ നിർദ്ദേശം നിങ്ങൾ പരിഗണിക്കണമെന്ന് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, പൗരൻ എന്ന നിലയിൽ ആർക്കും ഏത് സർവകലാശാലയുടെ മുമ്പിൽ യോഗ്യതയുള്ളവരെ ഡീലിറ്റിനായി പരിഗണിക്കണമെന്ന് ആവശ്യം. അപ്പോൾ എന്താ, ചാൻസലർ ആകുമ്പോഴത്തേക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ത്യൻ സിറ്റിസൺ അല്ലാതായി മാറും, അദ്ദേഹം പൗരനല്ലാതായി മാറും. ഇപ്പോൾ ഒരാൾ വൈസ് ചാൻസലർ ആണെന്ന് പറയുന്നുണ്ട്, അയാളുടെ ഫണ്ടമെൻ്റലായിട്ടുള്ള പൊസിഷനാണ് പൗരൻ ഇന്ത്യൻ സിറ്റിസൺ. ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയിലും ചാൻസലർ എന്ന നിലയിലും ഈ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാം. അല്ലാതെ നിങ്ങളങ്ങനെ ആയിക്കൊള്ളണം, ചെയ്തുകൊള്ളണമെന്ന് സർവകലാശാല അങ്ങനെ ഇരിക്കുന്ന ആബ്സ്ട്രാക്റ്റ് ആയിട്ടിരിക്കുന്ന സാധനമാണ്. സർവകലാശാല എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രൊസീജിയർ, അതിനൊരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് നിങ്ങൾ ചെയ്യണമെന്നാണ് ആവശ്യപ്പെടുന്നത്. അല്ലാതെ നിങ്ങൾ ഉടനെ തന്നെ ഞാൻ പറയുന്ന അതുപോലെ പറഞ്ഞില്ലേ, എൻ്റെ MP ഭാര്യയെ മറ്റേ സെലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾക്ക് വിധേയമായിട്ട് അപ്പോയിൻ്റ് ചെയ്യണമെന്ന് പറയുന്ന ഒരു വൈസ് ചാൻസലറുടെ നിലവാരമുണ്ടല്ലോ, ആ നിലവാരത്തിൻ്റെ അഗ്ലിനെസ് പുറത്തു കൊണ്ടുവരത്തക്ക രീതിയിൽ പത്രക്കടലാസിൽ എഴുതി പറഞ്ഞില്ലേ, ഈ ദാസ്യപ്പണി നടത്തി, പാദദാസ്യം നടത്തി, പാദസേവ നടത്തി, അതിലൂടെ എന്തെങ്കിലും നക്കാപ്പിച്ചാൽ കിട്ടി അത് പൂജിച്ച് ജീവിച്ച് അതിൽ മോക്ഷസാക്ഷാത്കാരം അനുഭവിക്കുന്ന ഈ സംസ്കൃത പണ്ഡിതനോട് പറയണം, ദയവായിട്ട് ഈ തരത്തിലുള്ള അസംബന്ധങ്ങൾ എഴുതി പിടിപ്പിക്കരുത്. വൈസ് ചാൻസലർ ആസ് എ സിറ്റിസൺ ഹി ക്യാൻ ഹാവ് സച്ച് ആൻ ഒപ്പീനിയൻ ആൻഡ് ഇറ്റ് ഈസ് ഹിസ് ഒപ്പീനിയൻ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത്. ആസ് ചാൻസലർ ഹി ക്യാൻ രജിസ്റ്റർ ഹിസ് ഒപ്പീനിയൻ. ആ ഒപ്പീനിയൻ നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത് തീരുമാനം എടുക്കുന്നത് സർവകലാശാല, അല്ലാതെ ചാൻസലറല്ല അത് കൊടുക്കുന്നത്. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് അതിനെക്കുറിച്ച് അങ്ങ് നീട്ടിപ്പിടിച്ച് എഴുതാൻ വേണ്ടി ഉള്ള കാര്യമൊന്നുമില്ല. പിന്നെ ഈ B. അശോക് എന്ന് പറയുന്ന ഒരു അദ്ദേഹം കേരളയിൽ തുറക്കുന്നത് അനന്ത സാധ്യത. അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് പൊതു സ്വകാര്യ ബസ് ഗതാഗതം ദുർബലമായ കഴിഞ്ഞ വർഷങ്ങളിൽ സ്വകാര്യ കാറുകൾ സംസ്ഥാനത്ത് പെരുകി. ഈ
പൊതു സ്വകാര്യ ബസ് ഗതാഗതം ദുർബലമായതെന്തുകൊണ്ടാണ്? അത് കാരണമാണ് ആ കാറുകൾ പിടിക്കുന്നത്. അങ്ങനെയൊന്നും അല്ല കുഞ്ഞിന് മനസ്സിലാവില്ല. ബി അശോക ഇതൊക്കെ പറഞ്ഞില്ലേ, ഒരു ഡോക്ടറേറ്റ് എടുത്ത് മുമ്പ് വെച്ചിട്ട് കാര്യമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണലായിട്ട് ഈ പറയുന്ന ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലുണ്ടായ ഗ്രോത്ത് നിങ്ങൾ പരിശോധിക്കണം. ദേ വോണ്ട് ടു ഹാവ് എ മാർക്കറ്റ്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് ഒരു മാർക്കറ്റ് ഉണ്ടാവണം. ആ മാർക്കറ്റ് ഉണ്ടാവണമെങ്കിൽ ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളിൽ 6 വരിപ്പാതയും 7 വരിപ്പാതയും ഒക്കെ ഉണ്ടായി ഒരുപാട് വാഹനങ്ങൾ അതിലൂടെ ഓടണം. അവർക്ക് ഓടാനുള്ള സ്ഥലം വേണം. ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി പ്രൊഡ്യൂസ് ചെയ്യുന്ന വാഹനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് വരും. നമ്മൾ കടം വാങ്ങിച്ചു, അല്ലാതെ ജനങ്ങൾ ലോൺ എടുത്തും അതിൻ്റെ ലോൺ കൊടുക്കും. ലോൺ എടുത്ത് ആളിത് വാങ്ങി അവരിതാണ് സൗകര്യമെന്നും പറഞ്ഞ് അത് പൊതുഗതാഗതം ദുർബലമാകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഈ തരത്തിലുള്ള പ്രൈവറ്റ് പർച്ചേസാണ്. അത് മനസ്സിലാക്കണം. ആ പ്രൈവറ്റ് പർച്ചേസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ഇൻ്റർനാഷണൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി. അവർക്ക് വേണ്ടിയാണ്. ഇപ്പോൾ പറഞ്ഞില്ല, 500 കോടി അല്ലെങ്കിൽ 5000 കോടി രൂപ നമുക്ക് ഗ്രാൻഡായിട്ട് തന്നു വേൾഡ് ബാങ്ക്. എന്തിനാണ്? നമ്മുടെ പാതകൾ വികസിപ്പിക്കാൻ വേണ്ടി. നമ്മുടെ ഇപ്പോൾ പറഞ്ഞില്ലേ, പൊതുഗതാഗതം റോഡ് ഗതാഗതം ദുർബലമാവുകയാണെങ്കിൽ പാത വികസിപ്പിക്കാൻ അതിനു വേണ്ടിയാണോ അവർ തന്നത്? കോർപ്പറേറ്റുകളാണ് വേൾഡ് ബാങ്കിന് പൈസ കൊടുക്കുന്നത്. അതാണ് അവർ നമുക്ക് ഗ്രാൻഡായിട്ട് തരുന്നത്. എന്തിനാണ്? ഇവിടെ റോഡ് വികസിപ്പിക്കാനായിട്ട്. റോഡ് വികസിപ്പിക്കുന്നതാണ് അവൻ്റെ ചരക്ക് വാഹനം, അവൻ വിൽപ്പനയ്ക്ക് ഇറക്കുന്ന പുതിയ മോഡലുകൾ. ഓരോ വീടിനും 2 കാറെന്നുള്ള രീതിയിൽ ആളുകൾ കാറ് വാങ്ങുന്നത് എന്തുകൊണ്ടാണ്? അത് ഒരു ജീവിതശീലമായി മാറ്റത്തക്ക തരത്തിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി നമ്മളറിയാം. നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ, അതായത് എൻ്റെ തലമുറയ്ക്ക് ശേഷം വരുന്ന എൻ്റെ മക്കളുടെയൊക്കെ തലമുറ വരുമ്പോഴത്തേക്ക് അവിടുത്തെ ബോയ്സ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഓട്ടോമൊബൈൽസിനെ കുറിച്ചാണ്. അതിൻ്റെ ഏത് കാര്യങ്ങൾ ചോദിച്ചാലും അവർ വളരെ കൃത്യമായിട്ട് അതിൻ്റെ വിവരങ്ങൾ പറയും. ആ തരത്തിൽ ഒരു ഓട്ടോമൊബൈൽ പരിജ്ഞാനം, ഓട്ടോമൊബൈൽ വിപണിയെ പറ്റിയുള്ള പരിജ്ഞാനം, പലതരം കാറുകളെ കുറിച്ചുള്ള പരിജ്ഞാനമൊക്കെ ഉണ്ടായി വരുന്നത് ആ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട പ്രൈവറ്റ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ആൻഡ് ഫോറിൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി അത് വികസിപ്പിക്കാൻ വേണ്ടി എൻ്റെ നാടിൻ്റെ സ്ഥലം മുഴുവനും അതിന് വേണ്ടിയിട്ട് വീതി കൂട്ടി കൊണ്ടുപോയി അത് മുഴുവൻ കവർന്നെടുക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഇവിടെ ഇത് കാറ് വന്നതുകൊണ്ട് ഇവിടെ ഈ നമ്മുടെ സ്വകാര്യ ബസ്സുകളിൽ വൈകുന്നേരമൊക്കെ ഉള്ള തിരക്കൊന്ന് പോയി കണ്ടു നോക്കണം. നിങ്ങളൊക്കെ ഈ കാറിൽ സഞ്ചരിക്കുന്നവരാണ്, മനുഷ്യരെ കണ്ടിട്ടില്ലാത്തവരാണ്. എന്തിനെങ്കിലും ന്യായീകരിക്കാൻ വേണ്ടി വേണ്ടാത്ത കാര്യങ്ങൾ പറയുകയാണ്. ഇനിയിപ്പോൾ കേരളയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഈ വാഹനം എങ്ങനെയാണ്? കൊല്ലത്ത് താമസിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ചെങ്ങന്നൂർ, ആലപ്പുഴ താമസിക്കുന്ന ഒരാൾ, ചെങ്ങന്നൂർ നിങ്ങളുടെ ഒരു കേരളയിലൊരു സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ അയാൾ അവിടെ എങ്ങനെ എത്തുന്നത്? റോഡ് ഗതാഗതത്തിൽ കൂടിയല്ലാതെ. അവിടെ എത്താൻ പറ്റും. റോഡിൽ വാഹനങ്ങളുടെ എണ്ണം കൂടുകയല്ലേ ചെയ്യുന്നത്, കുറയുന്ന അങ്ങനെ ഇത് വരുമ്പോഴത്തേക്ക് ഒരു കാരണവശാലും കുറയില്ല. ചുമ്മാ അബദ്ധങ്ങൾ. ഒരു ഡോക്ടറേറ്റ് ഉണ്ട് എന്ന് വെച്ചുകൊണ്ട് എന്ത് വങ്കത്തരവും എവിടെ എഴുതി പിടിപ്പിക്കാം എന്ന് കരുതുന്നത് അത്ര നല്ല കാര്യമല്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നീട് ഞാൻ പറയാൻ വിട്ടുപോയ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ തിരുവാതിരക്കളിയെ പറ്റിയാണ്. ഒരർത്ഥത്തിൽ ഞാൻ പറഞ്ഞില്ലേ, തിരുവാതിരക്കളി നടത്തിയാണ് ഞാൻ അനുമോദിക്കുന്നത്. കാരണം വെച്ചാൽ ദേ വയലേറ്റഡ് ദി കോഡ് ഓഫ് കോണ്ടക്ട് ആൻഡ് പ്രോട്ടോകോൾ ഓഫ് കോവിഡ്. അതൊരു നല്ല കാര്യം. അത് നിങ്ങൾ വയലേറ്റ് ചെയ്തു എന്നുള്ള കാര്യത്തിൽ നിങ്ങളാക്കുക. പക്ഷേ അത് വയലേറ്റ് ചെയ്തൊരു നല്ല കാര്യത്തിന് വേണ്ടി ആയിരുന്നുവെങ്കിൽ, നിങ്ങളൊരു സമരത്തിന് വേണ്ടി, ഇപ്പോൾ കർഷക സമരം പോലെയുള്ള ഒരു നല്ല കാര്യത്തിന് വേണ്ടി ആയിരുന്നു നിങ്ങളത് വയലേറ്റ് ചെയ്തിരുന്നത്, നിങ്ങൾ അർത്ഥം. പക്ഷേ ഇത് പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മൾ ഈ തെക്കേ ഇന്ത്യൻ നൃത്തകലയെപ്പറ്റി വിശദമായിട്ട് പഠിച്ചിട്ടുള്ള പല ആൾക്കാരും പലതരം നൃത്ത രൂപങ്ങളെപ്പറ്റി എഴുതിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ പണ്ട് കൊയ്ത്തുകാർ പെണ്ണുങ്ങൾ തിരിഞ്ഞു നിന്ന് കറ്റമെതിക്കുമ്പോഴത്തേക്ക് പറഞ്ഞില്ലേ, ഈ നോക്കുകൂലി അന്നും ഉണ്ടായിരുന്നു. അന്ന് ജന്മിമാരുടെ പ്രധാനപ്പെട്ട നോട്ടം എന്ന് പറയുന്നത് നോട്ടമാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കൊയ്യുന്നതും മെതിക്കുന്നതും കൃഷി ഇറക്കുന്നതും വിള ഉണ്ടാകുന്നതും അത് കൊയ്തു കൊണ്ടുവരുന്നതും പത്തായത്തിന് നിറയ്ക്കുന്നതൊക്കെ കുറേ ആൾക്കാരാണ്. ആ നോക്കുകൂലിയായിട്ട് കിട്ടുന്നത് ഈ കൊയ്തു വരുന്നതെല്ലാം അവർക്കുള്ളതാണ്. അതായിരുന്നു അവരുടെ നോക്കുകൂലി എന്ന് പറയുന്നത്. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഈ വലിയ ജന്മിമാരുടെ ഇവിടെ വലിയ ഈ കളങ്ങളുണ്ട്. കളങ്ങളിൽ ആ കൊയ്ത് കൊണ്ടുവരുന്ന പെണ്ണുങ്ങൾ നിരന്ന് നിന്ന് കറ്റമെതിക്കും. അപ്പോൾ അവർക്കിങ്ങനെ കറ്റമെതിക്കാനായിട്ട് ഈ
ഒരു ക്രോസ് ബാർ പോലെ ഒരു ബാർ ഇങ്ങനെ നീളത്തിൽ കെട്ടിയിരിക്കും. അതിൽ ഇങ്ങനെ പിടിച്ചു നിന്നിട്ടാണ് ഇവർ കറ്റ ചവിട്ടുന്നത്. പുറംതിരിഞ്ഞു നിന്നാണ് കറ്റ ചവിട്ടുന്നത്. അപ്പോൾ ഇത് പറഞ്ഞില്ലേ, ആ കാലഘട്ടത്തിലെ ഒരു ഫ്യൂഡൽ ഏനൽ ഇറോട്ടിസിസവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സംഭവമാണ് ഈ തിരുവാതിര എന്ന് പറയുന്നത്. നമ്മളത് തന്നെ ശ്രദ്ധിച്ചാൽ മതി. അതായത് ഇപ്പോൾ എല്ലാ ഡാൻസിനെ പോലെ ഭരതനാട്യം പോലെയുള്ള പല ഡാൻസിനും ഇപ്പോൾ സ്ത്രീയുടെ ശരീരഭാഗങ്ങളെ അല്ലെങ്കിൽ സ്ത്രീയുടെ ഈ പറഞ്ഞില്ലേ മാനസിക ഭാവങ്ങളെ അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞില്ലേ ഇവർ പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള ഈ രസാവിഷ്കാര സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിനകത്ത് അവർ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതൊന്നും ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൽ നിന്ന് വരുന്ന സൗന്ദര്യാത്മകതയിൽ ഒരു പ്രധാനമായ ഒരു അംശം എന്ന് പറയുന്നത് സ്ത്രീയുടെ ശരീരം അതിനകത്തൊരു പ്രധാനമായ അംശമായി വന്നുകൊണ്ടാണ് പിന്നീട് ദേവദാസികൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗം പോലും നമ്മുടെ ചരിത്രത്തിലുണ്ടായി വന്നത്. എന്തായിരുന്നു അവരുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശരീരം കൊണ്ട് ആദ്യം നൃത്തം കൊണ്ടും പിന്നെ ശയനം കൊണ്ടും രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും പ്രസാദിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അത് നർത്തകിയുടെ ജോലിയായിരുന്നു. ഇപ്പോൾ സ്വാതി തിരുനാളെന്നും പറഞ്ഞ് ഒരു ചലച്ചിത്രം ലെൻഡായന്ത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ സ്വാതി തിരുനാൾ ഒരു മാക്സിമൊക്കെ കൊടുത്ത് വരുന്നുണ്ട്. അനന്തനാഗാണ് അയാളെ കണ്ട ഒരു കൊമേഡിയനാണ്. നമ്മളിപ്പോൾ ഈ കാളിദാസ നാടകത്തിലൊരു വിദൂഷൻ്റെ വേഷത്തിലാണ് സ്വാതി തിരുനാൾ വരുന്നത്. എന്നിട്ട് അയാളുടെ പരവേശം കാണുന്ന എന്താണ്, അയാൾക്ക് നർത്തകിയെ കണ്ടപ്പോഴത്തേക്ക് പിന്നെ അയാൾക്ക് പിടിവിടുന്നില്ല. ഈ നർത്തകിമാരോടുള്ളൊരു ആവേശം എന്ന് പറയുന്നത് അത് ഒരു പ്രണയത്തിൻ്റെ ലൈനിലേക്ക് പോകുന്നതെന്നാണ് ലെൻഡായന്ത്രം പറയുന്നത്. പക്ഷേ നമ്മുടെ ചരിത്ര പുസ്തകങ്ങൾ പറയുന്നത് അത് പ്രണയമല്ലായിരുന്നു, അത് കയറൂരുവിട്ട കാമമായിരുന്നു. ആ കാമത്തിൽ ഇതേപോലെ തന്നെ നമ്മുടെ ഫ്യൂഡൽ ലോഡ്സ് അവരുടെ ഈ നാലുകെട്ടിൻ്റെ അകത്തളങ്ങളിൽ അവിടെയുള്ള പെണ്ണുങ്ങളെ അകത്തമ്മമാരെ ഇങ്ങനെ ഈ വട്ടത്തിന് നിർത്തിയിട്ട് കളിപ്പിക്കുമ്പോൾ, ഇപ്പോൾ നമ്മുടെ പറഞ്ഞില്ല നമ്മുടെ ഒരു ഫ്രണ്ടലായിട്ടുള്ള ഒരു അപ്പിയറൻസ് എന്ന് പറയുന്നത് സ്ത്രീയുടെ എന്തായാലും അതിലൊരു ആസ്വാദ്യത ഉണ്ട് എന്ന് നമ്മൾ കരുതും. ഇത് അതല്ല, പുറംതിരിഞ്ഞ് നിന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിനെ പറ്റിയുള്ളൊരു പരീക്ഷണം നടത്തുന്ന ഒരു കലയാണ് തിരുവാതിരക്കളി എന്ന് പറയുന്ന കല. പെണ്ണുങ്ങൾ മൂട് തിരിഞ്ഞു നിന്ന് കളിക്കുന്ന കളിയാണ്. അപ്പോൾ ഇത് കണ്ട് ആസ്വദിച്ചിരിക്കുക എന്ന് പറയുന്നത് ഒരു 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 ഭീകരാനുഭവമാണ്. അതായത് പണ്ടത്തെ ഈ രതിവൈകൃത എന്ന് പറയുന്നത് ഒരു ജീവിതചര്യയായി കൊണ്ട് നടക്കുന്ന പ്രഭു സമുദായത്തിൻ്റെ അധമമായ ഒരു മനസ്സിൻ്റെ വൈകൃതമായിട്ടാണ് ഇത് പിന്നെ ഒരു കലാത്മകതയുടെ പരിവേഷത്തിൽ രൂപപ്പെട്ടു വരുന്നത്. എല്ലാത്തിനും ഒരു കലയുടേതായിട്ടുള്ള ഒരു ഡിസൈൻ കൊടുത്തുകൊണ്ടുവരാൻ പറ്റും. കൊണ്ടുവരുമ്പോഴത്തേക്ക് അത് നമുക്ക് കലാത്മകമാക്കി തീർക്കാൻ പറ്റും. അതാണിപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന പലതരത്തിലുള്ള നൃത്തശീലുകൾ. ആ നൃത്തത്തിൽ ഈ സെക്സ് എന്ന് പറയുന്നത് പറഞ്ഞില്ല, ഇപ്പോൾ ഈ ഈറോസ് എന്ന് പറയുന്നത് അത്ര മോശമുള്ള കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് പറഞ്ഞില്ല, ഇത് ഒരു ഫ്യൂഡലിസത്തിൻ്റെ ഈ അധസ്ഥിതൻ്റെ മേൽ അവൻ്റെ അധ്വാനത്തിൻ്റെ മേൽ അവൻ അധ്വാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ പെണ്ണിനെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി തമ്പ്രാന്മാർ ഉണ്ടാക്കിയെടുത്ത ഒരു സ്വരൂപമാണിത്. ആ സ്വരൂപം ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ ഇതിൽ അതൊരു മെഗാ തിരുവാതിരയായിട്ട് പെണ്ണുങ്ങളുടെ ജോലി തിരുവാതിരയാണെന്ന് പറഞ്ഞാൽ ഇത് സ്ത്രീവർഗത്തിന് അപമാനമാണ്. ഈ മെഗാ തിരുവാതിര എന്ന് പറയുന്നത് സ്ത്രീവർഗത്തിന് അവമാനമാണ്. പക്ഷേ തിരുവാതിര എന്നൊക്കെ പറയാൻ നമ്മുടെ പാരമ്പര്യമായിട്ടും നമ്മുടെ ഈ മലയാണ്മയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വല്ലാത്തൊരു വികാരമാണ്. പക്ഷേ ആ തിരുവാതിരയുടെ മുഴുവൻ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകുന്നത് എന്താ, പങ്കജാഷൻ കടൽ വർണ്ണൻ പങ്കശര രൂപൻ കൃഷ്ണൻ കന്യകമാർ കുളിക്കുന്ന കടവിലെത്തി. അതായത് ഒളിനോട്ടത്തിന് ശ്രീകൃഷ്ണൻ എത്തി എന്നുള്ളതാണ്. പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവിലൊന്ന് എത്തി നോക്കുന്ന ആ ഒരാളിനെ പറ്റിയുള്ള കഥകൾ പാടിക്കൊണ്ട് അത് പഴയ ഒരു സമ്പ്രദായമാണ്. നമുക്കിപ്പോൾ അത് പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവിൽ എത്തി നോക്കുന്നത് അത്ര ആശാസ്യമായിട്ടുള്ള കാര്യമല്ല. അതിനെ ഒരു വലിയ സംഗീതാത്മകമായിട്ടുള്ള ഗോവസ്ത്രീകൾ കുളിക്കുന്ന കടവിലെത്തി എന്ന് പറയുന്നു. അപ്പോൾ ഗോവസ്ത്രീകൾ ഇപ്പോൾ ഇവിടെ എല്ലാവരും തിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ തരത്തിലുള്ളതെന്ന് പറഞ്ഞാൽ കാലഹരണപ്പെട്ട ഈ സമ്പ്രദായം ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ മോഡേണായിട്ട് പറഞ്ഞില്ല, ഇപ്പോൾ ഈ ലഹരി ക്ലബ്ബുകളിൽ നടത്തുന്ന ഡാൻസുകളുണ്ട്, അല്ലാതെയുള്ള ഡാൻസുകളുണ്ട്. പല ഡാൻസിന് പല നൊട്ടേഷൻസും പല ഇത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സിനിമകളിലുള്ള പല നൃത്തരൂപങ്ങളും വരുന്നുണ്ട്. പലതിലും ഈ പറഞ്ഞില്ല, ഇപ്പോൾ ഫിലിമിൻ്റെ ഒരു സംഗീതങ്ങൾ വരുമ്പോൾ കൊറിയോഗ്രാഫിയൊക്കെ വരുമ്പോഴത്തേക്ക് വളരെ ആകർഷകമായിട്ട് പല സൈസിൽ നമ്മളിപ്പോൾ പറഞ്ഞില്ല. ഇതിൻ്റെ ഏറ്റവും ഗ്രാഫിക്കായിട്ടുള്ള ഒരു സംഭവം എന്നൊക്കെ വരുന്നത് നമ്മുടെ ആ റഷ്യൻ ബാലയിൽ നിന്ന് വരുന്നതാണ്. നമ്മുടെ ജിംനാസ്റ്റിക്സിൽ
അതിമനോഹരമായിട്ട് ഈ മനുഷ്യൻ്റെയും സ്ത്രീയുടെയും പുരുഷൻ്റെയും ആ ബോഡിയുടേതായിട്ടുള്ള ആ ഒരു മ്യൂസിക് നമ്മൾ അത് തനതായിട്ടുള്ള മ്യൂസിക് നമ്മൾ കാണുന്നത് അല്ലാതെ അതിനകത്ത് നമുക്ക് ഈ തരത്തിലൊരു ഇറോട്ടിക്കായിട്ടുള്ളൊരു സംഭവം നമുക്ക് ഒരിക്കലും അതിനകത്ത് അനുഭവപ്പെടില്ല. വേറെ ഒരു ഇതിലാണ് അതിനകത്ത് ഈ ബോഡി ഈസ് സെക്ഷൽ അറ്റ് ദി സെയിം ടൈം ഇറ്റ് ഈസ് സംതിങ് ഡിഫറൻറ്റ്. ആ തരത്തിൽ അതിനെ കൺവേർട്ട് ചെയ്താൽ കൊണ്ടുവരുന്നത്. പക്ഷേ ഇതല്ല, ഇത് ഇച്ചിരി മേധസ്സൊക്കെ ഉള്ള അകത്തമ്മമാർക്ക് ഇരുന്ന് ഇതിലൊരു സ്റ്റെപ്പുണ്ട്, ഈ താഴോട്ട് ഇരിക്കുന്നൊരു സ്റ്റെപ്പുണ്ട്, വളരെ അഗ്ലി ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് ഇങ്ങനെ അതൊരു വലിയൊരു മെഗാ തിരുവാതിര എന്ന് പറഞ്ഞാൽ ആരാണ്ട് ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഈ മുകേഷ് ഇതിൻ്റെ സംഗീത നാടക അക്കാദമി ചെയർമാൻ ആയപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ആരെങ്കിലും അഡ്വൈസ് ചെയ്തായിരിക്കും ഇങ്ങനൊരു തിരുവാതിര, ഒരു മെഗാ തിരുവാതിര ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഗംഭീരമായിരിക്കും. 1000 പേര് പങ്കെടുക്കുന്ന 1000 സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരെല്ലാം കൂടെ ഒന്നിച്ച് തിരുവാതിര കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര സംഭവമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് 2 കാര്യത്തിൽ ഔട്ട് ഓഫ് കോണ്ടസ്റ്റായി, 2 അല്ല 3 കാര്യത്തിൽ. ഒന്ന്, നമ്മുടെ ധീരജിൻ്റെ രക്തസാക്ഷിത്വത്തെ ആദരിക്കുന്നത് ഈ തരത്തിലുള്ളൊരു മെഗാ തിരുവാതിര കൊണ്ടാകാൻ പാടില്ലായിരുന്നു. അത് പറഞ്ഞില്ലേ, ഇപ്പോൾ രക്തസാക്ഷിയാണോ അല്ലെങ്കിൽ അവൻ്റെ മരണം എന്തായിരുന്നു എന്നുള്ളതല്ല, എന്തായാലും അവരൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു. അതിപ്പോൾ ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗം എന്നുള്ള രീതിയിൽ അവൻ്റെ ആ പ്രതിബദ്ധതയിൽ എന്തുമാത്രം പിശകുകളുണ്ടായിരുന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമില്ല. അവനൊരു നിലപാടുണ്ടായിരുന്നു, ആ നിലപാടിന് വേണ്ടി അവൻ പൊരുതുകയായിരുന്നു, അവൻ പൊരുതി വീഴുകയായിരുന്നു. അതിൽ ആ ഒരു കുട്ടി അങ്ങനെ മരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ വന്നിരുന്ന് പറയുന്ന കോൺഗ്രസ്സുകാർക്ക് പോലും എനിക്ക് തോന്നി ഇത് ഇരന്ന് വാങ്ങിയ രക്തസാക്ഷിത്വം എന്ന് പറയുന്ന വിവേകരഹിതനായ ഒരു സുധാകരനെതിരെ കോൺഗ്രസ്സുകാർക്ക് സഹിതം ഇങ്ങനെയൊരു സംഭവം ഉണ്ടായാലും ദുഃഖമുണ്ടാകും. സ്വാഭാവികം എല്ലാവർക്കും ഉണ്ടാകും. ഒരു മരണം പ്രത്യേകിച്ചും ചെറുപ്പക്കാരുടെ മരണം ഉണ്ടാകുമ്പോൾ അതിപ്പോൾ RSകാരുടെ മരണമായാലും നമ്മൾ ആവശ്യപ്പെടുന്നൊരു മരണമല്ലല്ലോ അത്, നമ്മളാരും ആഗ്രഹിക്കുന്ന മരണമല്ല, സംഘടനകളിലൂടെ ഉണ്ടാകുന്ന മരണമാണ്. ആ മരണത്തിൻ്റെ ആ ദുഃഖമൊന്ന് നീങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ശവദാഹം കഴിയുന്നതിന്, ശവദാഹം എന്ന് പറയുന്നത് ആചാരം എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ ഓർമ്മകൾ നമ്മളെ വിട്ടുമാറുന്നതിന് മുമ്പ് അതിൻ്റെ പേരിൽ നിങ്ങൾ നാട്ടിലെങ്ങും കലാപം നടത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾ കോൺഗ്രസിൻ്റെ കൊടിമരങ്ങളെ പിഴുതെടുക്കുമ്പോൾ മറുഭാഗത്ത് നിങ്ങൾ തിരുവാതിര കളിയും കൂടെ നടത്തും. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു പാർട്ടി അല്ലാതായിത്തീരുന്നത്. അതായത് നിങ്ങൾ എന്തിനെയാണ് വിവസ്ത്രമാക്കുന്നത്? ഇവിടെ ഈ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനുണ്ടായ അപജയത്തെ പൊതുജനങ്ങൾക്ക് മുൻപിൽ വിവസ്ത്രമാക്കി കാണിക്കുന്ന ആഭാസകരമായ ഒരു പ്രകടനമായിപ്പോയി ഈ അതിസാഹസികമായ ഈ മെഗാ തിരുവാതിരക്കളി. അതായത് ഒന്ന്, ഈ പാർട്ടി സമ്മേളനങ്ങളെന്ന് പറയുന്ന ഈ തരത്തിലുള്ള ഈ മെഗാ ഷോ ഒരു മെഗാ ഈവൻ്റ് അല്ല. അതായത് ഇപ്പോൾ ദേശീയ സമ്മേളനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ മെഗാ ഈവൻറ്റ്, ആ തരത്തിലല്ല. അതിൻ്റെ ബിസിനസ് സെഷനാണ് പ്രാധാന്യമെന്ന് വിവരമുള്ളവർക്കറിയാം. പുറമേ നമ്മൾ ആളുകളെ ആകർഷിക്കാനും നമ്മുടെ പാർട്ടിയുടേതായിട്ടുള്ള ആ പ്രാധാന്യം ആളുകളിൽ എത്തിക്കാനും അട്രാക്റ്റ് ചെയ്യാനും വേണ്ടി അത് വളരെ ഉപരിപ്ലവമായിട്ട് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. അതിന് ഒരു പ്രാധാന്യമില്ല. പ്രത്യേകിച്ചും ഈ പാർട്ടി കോൺഫറൻസുകൾ നടത്തുമ്പോൾ പാർട്ടി കോൺഫറൻസുകളുടെ ചർച്ചയുടെ ഗൗരവത്തെയും അതിൻ്റെ ഉള്ളടക്കത്തെയും അതിജീവിക്കത്തക്ക തരത്തിൽ പുറത്ത് മെഗാ ഷോ നടത്തുന്നത് ഒരിക്കലും ആശാസ്യമായിട്ടുള്ള കാര്യമില്ല. മെഗാ സീരിയലുകളുടെ കാലമാണ്. അപ്പോൾ ഇതെല്ലാം മെഗാ ലൈനിൽ മെഗാ സ്റ്റാർസ് ഉണ്ടായി വരുന്നുണ്ട്, മെഗാ സീരിയലുകൾ ഉണ്ടായി വരുന്നുണ്ട്, ഇപ്പോൾ മെഗാ തിരുവാതിര ഉണ്ടായി വരുന്നുണ്ട്. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ല, ഇതിനകത്ത് ഒരു പോസിറ്റീവ് പോയിൻ്റ് ഉണ്ട്. ദാറ്റ് യു വയലേറ്റഡ് ദി പ്രോട്ടോകോൾ ഓഫ് ദി അബ്സേർഡ് കോവിഡ് ഫിയർ. കോവിഡ് ഫിയറിൻ്റെ ആ പ്രോട്ടോക്കോളിനെ വയലേറ്റ് ചെയ്തു എന്ന് പറയുന്നൊരു പോസിറ്റീവ് ഫാക്ടർ അതിനകത്ത്. അതിപ്പോൾ ധീരജിൻ്റെ അഭിവാദ്യം അർപ്പിക്കാനായിട്ട് എത്തിയ ആൾക്കാരും അവരൊത്തുകൂടുമ്പോഴും അവർ അതെല്ലാം മറന്ന്, ആ പ്രോട്ടോക്കോളൊക്കെ മറന്ന് ഒരവസ്ഥ, ആ ഒരു മാനസികാവസ്ഥയുണ്ട് ഇവിടുത്തെ. ഈ നിങ്ങൾക്ക് എങ്ങനെ ഇതിന് കഴിയുന്നു എന്നുള്ളതാണ്. ഒന്ന്, ഇതൊരു ദി അഗ്ലിയസ്റ്റ് ഫോം ഓഫ് ഇന്ത്യൻ ഡാൻസ്, സൗത്ത് ഇന്ത്യൻ ഡാൻസ് ഞാൻ പറയും. ഇപ്പോൾ കേരളത്തിൽ പൈതൃകമായിട്ടുള്ളതെന്ന് പറയുന്നൊരു ഡാൻസ് നിങ്ങൾ പറയുന്നത് നമ്മുടെ ഈ നാടൻ നൃത്ത കലാരൂപങ്ങളൊന്നും നമ്മൾ ആദരിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പറയും ഇപ്പോൾ യഥാർത്ഥത്തിൽ കാകരശി നാടകത്തിൽ വരുന്ന ഡാൻസ് പോലും ഇവിടുത്തെ ഈ തിരുവാതിരയെക്കാളും ഭരതനാട്യത്തെക്കാളും ഭേദമാണ്.
സൗത്ത് ഇന്ത്യൻ ഡാൻസസ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യൻ ഡാൻസസിനേക്കാളും വളരെ ഇതാണ്. വെച്ചാൽ നോർത്ത് ഇന്ത്യൻ ഡാൻസസ് കുറേ കൂടെ ഒരു സംഘാത്മകതയുടേതായിട്ടുള്ള ചടുലതയും അതിൻ്റെ താളവുമുണ്ട്. അത് ഈ ബോഡിലി എക്സ്പ്രഷൻ്റെ അതിലും ഉണ്ട് അങ്ങനെയുള്ള ചിലത്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ കുച്ചിപ്പുടിയും മറ്റതുമൊക്കെ വരുന്നുണ്ട്, മറ്റു പല സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മളിവിടെ ഉള്ളതെന്ന് പറയുന്നത് മോഹിനിയാട്ടം എന്ന് പറയുന്ന വളരെ ഈ സ്ലോ ആയിട്ടുള്ള യാതൊരു തരത്തിലും അങ്ങനെ ഒരു ഈ നൃത്തത്തിൻ്റെ ആ ഒരു സാധ്യതകളെ അതിൻ്റെ പരിമിതമായെങ്കിലും പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു നൃത്തരൂപമല്ല മോഹിനിയാട്ടം എന്ന് പറയുന്നത്. അതിൻ്റെ ആ ഡ്രസ് കോഡൊക്കെ കൊള്ളാം, അതൊക്കെ കണ്ടിട്ടൊക്കെ ഇരിക്കാൻ കൊള്ളാം. അതിൽ കവിഞ്ഞ് നൃത്തം എന്ന് പറയുന്നത് കുറേ കൂടെ ഉള്ളിൽ നിന്ന് വരുന്നത്, അത് വളരെ ചടുലമായിരിക്കുന്നതും നമ്മളെയൊക്കെ ചലിപ്പിക്കുന്നതുമാണ്. അത് കുറേ കൂടെ മനുഷ്യൻ്റെ സംഘാത്മകതയുമായിട്ട് സംവേദിക്കുന്നതാണ് നൃത്തത്തിൻ്റെ നമ്മൾ എപ്പോഴും. അത് പറഞ്ഞില്ലേ, അത് ഒരു കൂട്ടായ്മയുടെ ഒരു പ്രശ്നമാണ്. ആ കൂട്ടായ്മയെ നിങ്ങൾ എങ്ങനെയാണ് വൾഗറൈസ് ചെയ്യുന്നത്? ഇപ്പോൾ പറഞ്ഞ പഞ്ചാബിയുടെ ബംഗ്ര ഡാൻസ് നമ്മൾ കാണുമ്പോഴത്തേക്ക്, അപ്പോൾ അതിൽ ഈ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ്സ്, അതിൻ്റെ ഈ പറഞ്ഞില്ലേ തോള് ഇങ്ങനെ ഷോൾഡേഴ്സിൻ്റെ മൂവ്മെൻറ്റ്സ്, കാലുകളുടെ ചലനങ്ങൾ, അതെല്ലാം കൂടെ കണ്ടിട്ട് അവൻ്റെ പാട്ടും കൂത്തും എല്ലാം കൂടെ കാണുമ്പോഴത്തേക്ക് അതിനകത്ത് ആ കൂത്തെന്ന് പറയുന്നതിനകത്ത് ഈ പറയാം തമിഴ്നാട്ടിൽ ഈ തെരുവിൽ നടത്തുന്ന ദാസിയാട്ടം പോലും ഇതിനേക്കാളും ഭേദമാണ്. ആ ദാസിയാട്ടം എന്ന് വെച്ചാൽ ഈ ദേവദാസി നൃത്തത്തിൻ്റെ പിന്നെ ഒരു ഡൗൺ സ്ട്രീമിലേക്കുള്ളൊരു പോക്കാണ്. കൊട്ടാരം കല എന്നുള്ള രീതിയിൽ അത് തെരുവിലേക്ക് വരുമ്പോഴാണ് അത് ദാസിയാട്ടമായിട്ട് മാറുന്നത്. അവിടെയും ദാസിയാട്ടം എന്നുള്ള പേരാണല്ലോ. ദാസി എന്ന് പറയുന്നത് അതവിടെ പതിഞ്ഞു കിടക്കുകയാണ്. ഈ തിരുവാതിര എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഒരു നൃത്തത്തിൻ്റെ ഒരു സംഘാത്മകത എന്ന് പറയുന്നുണ്ട്. ആ സംഘാത്മകത ഇത്രയധികം പരവശമാക്കി തീർക്കുന്ന ഒരു നൃത്തരൂപം വേറെ ഇല്ല. കുറേ പേര് ഒത്തുനിന്ന് കളിക്കുമ്പോൾ ആ ചലനത്തിൽ ഉണ്ടാകുന്ന ഒരു ഒരുമയുടെ താളവും അതിൻ്റെ ഒരു ഊർജ്ജശക്തിയുമുണ്ട്. എന്താണ് തിരുവാതിരയുടെ ഊർജ്ജശക്തി എന്ന് പറയുന്നത്? പെണ്ണുങ്ങളായിരിക്കുമ്പോഴത്തേക്ക് തത്തമ്മ എന്ന് പറഞ്ഞ് എന്നെ കളിച്ചുകൊണ്ടിരിക്കണമെന്നുണ്ട്. പങ്കജാക്ഷൻ കടൽവണ്ണൻ ഈ പെണ്ണുങ്ങൾ കുളിക്കുമ്പോൾ എത്തി നോക്കുന്ന കഥ പാടിക്കൊണ്ട് തന്നെ കളിക്കണമെന്നുണ്ട്. അതൊക്കെ എന്ന് പറയുന്നത് വളരെ ഒരു അഗ്ലി ടേസ്റ്റാണ്. അതിനെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് വരിക എന്ന് പറയുന്ന ഒരു പ്രവർത്തനത്തിനായിട്ട് ഇങ്ങനെ ഒരു സന്ദർഭം ഒരർത്ഥത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിൽ യോജിച്ചത്. രണ്ടാമത്തതിൽ ഇത് ഈ പറഞ്ഞ പോലെ തൃക്കാക്കര അപ്പൻ്റെ നാളുകളിൽ ഇതൊക്കെയാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്നത്. അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ.